എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്നത് ഫ്ലവേഴ്സ് 1 കോടി വിത്ത് കോമഡി. എന്നെ ഇങ്ങനെ കാണുമ്പോ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇന്ന് ആരായിരിക്കും മത്സരാർത്ഥി? ഇന്നത്തെ മത്സരാർത്ഥി ഹണി റോസ്. ഹണി റോസ്, യു ആർ വെൽക്കം. ഹായ് ഹണി റോസ്. ജീവിതമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ? ഓക്കെ, അവിടെ നിൽക്കാം, നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ഹണി, നമ്മള് അന്ന് കണ്ടതിന് ശേഷം കുറെ കാലത്തിന് മുമ്പ് നമ്മൾ ഒരു കോടി വന്നു പോയതാണല്ലോ. വന്നതിന് ശേഷം കുറെ മാറ്റങ്ങളായി. ആ, കണ്ണുകൾക്ക് വേണമെങ്കിൽ ആളുകളെ ഭയപ്പെടുത്താവുന്ന ഒരു അവസ്ഥ വന്നു. മുടിയുടെ നിറമൊക്കെ മാറി. മുടിയൊക്കെ ഒന്നുകൂടെ കളർ ചെയ്തു. അതെ, ആദ്യം അത് ഓറഞ്ച് ആക്കിയിരുന്നു. ഓറഞ്ച് അല്ല, ഒരു കോപ്പർ സീസണിൽ ഒരു മൂഡ്. ഞാൻ റേച്ചൽ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്യുന്നുണ്ടായിരുന്നു. അതിലല്ലേ ഇറച്ചുവെട്ടുകാരിയുടെ ഒരു ക്യാരക്ടർ. ഇത് ജനകീയ പിന്തുണ നേടിയിട്ട് മാറ്റുന്നതാണോ അതോ ഇത് അത്യാവശ്യം പിന്തുണ ഉണ്ടാക്കാൻ വേണ്ടി നേടുന്ന? പിന്തുണ നന്നായിട്ട് കിട്ടി, ട്രോളായിട്ടും അത്യാവശ്യം കിട്ടിയോ? കേരളത്തിൽ നിന്ന് മാത്രമല്ല, മറ്റു ലാംഗ്വേജിൽ നിന്നൊക്കെ കിട്ടി. ട്രോളന്മാരെ പേടിയുണ്ടോ? ഭയങ്കര ഇഷ്ടമാണ് ഇവരിപ്പോ നെഗറ്റീവ് ആയാൽ പോലും ഇവരോടുള്ളത് ഒരു സുഖമല്ലേ. പിന്നെ അവരുള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ഈ ഒരു റെക്കഗ്നിഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അവരാണ് അതിന്റെ ഒരു 90% ജോലിയും ചെയ്യുന്നത്. കമന്റുകളൊക്കെ ഒന്ന് വായിച്ച് ആസ്വദിക്കാറുണ്ടോ? അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഞാൻ വായിക്കാറുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, ഭയങ്കര രസകരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്യും. ഇപ്പോൾ ഉള്ള ഒരു ചെറിയ പ്രശ്നം എന്താണ് ഹണി റോസ്? നിങ്ങളെ പോലുള്ള ഈ സിനിമ ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ ട്രോൾ ചെയ്യപ്പെടുമ്പോഴേ അതിനകത്തൊരു ശ്ലീലമല്ലാത്ത കാര്യങ്ങളൊക്കെ പറയും. ചിലപ്പോൾ വൃത്തിയിട്ട സംഭവങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചത്, അങ്ങനെയൊക്കെയുള്ള ആപത്തുകൾ വരാറുണ്ടോ? പിന്നെ ദിവസേന ഇഷ്ടംപോലെ അല്ലേ? അത് യൂസ്ഡ് ആയെന്ന് തോന്നുന്നു. അണിയിപ്പോ അതൊക്കെ വളരെ, ഞാൻ അതിൽ ആ ഒരു സൈഡിലേക്ക് അങ്ങനെ പോവാറില്ലേ. ഇപ്പൊ നമുക്ക് ചുറ്റും എത്രയോ ആളുകള് അവരുടെ തല, അവരുടെ തോട്ട്, അവരുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ തലയിൽ കയറ്റാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഭയങ്കര ഡാർക്കായി പോകും. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഹാപ്പി ആയിട്ട് ഇതൊന്നും തലയിൽ എടുക്കത്തില്ല. ഇല്ല, ഒരിക്കലും. ജസ്റ്റ് ഫിസിക്കൽ വായിക്കുന്നു, കളയുന്നു. ഞാൻ വായിക്കാറ് അങ്ങനെയുള്ള കമന്റുകൾ, നെഗറ്റീവ് ടച്ച് ഉള്ള കമന്റുകൾ ഞാൻ വായിക്കാറ് പോലും ഇല്ല. തിരിച്ചറിയാൻ പറ്റും. അതിനാണോ ലെൻസ് വെച്ചിരിക്കുന്നത് കണ്ണില്? ഈ ലെൻസിന്റെ ഒരു പ്രത്യേകതയാണത്. മറ്റേ ലാൽ സാർ ഒരു സിനിമയിൽ പറയുന്നത്, അവനും നാദിയ മൊയ്തു മാം ഒരു സിനിമയിൽ പറയുന്ന പോലെ, ഇത് കണ്ട ഇത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാം കാണാൻ പറ്റുമെന്ന് പറയുന്ന പോലെ. അല്ല, ഈ അടുത്ത കാലത്ത് കിട്ടിയതില് ഇഷ്ടപ്പെട്ട ഒരു ട്രോൾ ഏതായിരുന്നു? ഇനോഗ്രൽ ഫംഗ്ഷന് പോകുന്നതിനെ പറ്റി അതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും കൂടുതലും വരുന്നത്. അപ്പൊ അതില് ചിലരിങ്ങനെ ഒരു സിനിമ പറഞ്ഞിട്ട് സിനിമ ചെയ്യാൻ വിളിച്ചിട്ട് പോവാതെ ഒരു കടയുടെ ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ ഭയങ്കര കണ്ണു നിറഞ്ഞു, അതാണോ നേരത്തെ പറയണ്ടേന്ന് പറഞ്ഞ് ഉള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് നിലംതൊടാത്ത ഓട്ടം എന്ന് പറഞ്ഞു സിനിമ ഈ കടകൾ ഉദ്ഘാടനം ചെയ്യാൻ. ഇപ്പം കേരളത്തിൽ ഒരു കാലം കഴിയുമ്പോൾ ഹണി റോസ് ഉദ്ഘാടനം ചെയ്യാത്ത കടകൾ എന്ന് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. അത് അത്യാവശ്യം ദ്രവ്യം കിട്ടാൻ നല്ല അതാന്ന് തോന്നുന്നല്ലേ? ഈശ്വര, അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് അത്. നമ്മുടെ ഒരു സാക്ഷാത്കാരമാണല്ലോ ഇതൊക്കെ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് എങ്ങനെ കാണിക്കാൻ പറ്റുക? അതല്ല, നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് എത്രയോ ആളുകളാണ് അവിടെ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്. അവരോട് നേരിട്ട് സംസാരിക്കാനും അവരുടെ ഒരു സ്നേഹമൊക്കെ കാണാൻ പറ്റുക വേറൊരു ഒരു ഓപ്ഷനും നമുക്ക് പിന്നെ തീർച്ചയായും. ഏത് കട ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് കൂടുതൽ ആൾക്കാരെ കിട്ടുന്നത്? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ കടകൾ ആയിട്ടല്ല, ആളുകൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുന്നതല്ലേ. ചിലപ്പോൾ ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ചിലപ്പം ആഴ്ചകളുടെ ഗ്യാപ്പിൽ വീണ്ടും വീണ്ടും ചെല്ലുന്നതൊക്കെ. പക്ഷെ എന്നാലും അവർ ആ ഒരു സമയം അവരുടെ സ്പെൻഡ് ചെയ്തിട്ട്. ഞാൻ സ്വകാര്യം ചോദിക്കട്ടെ, നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ട് പോന്നിട്ട് 3-ാം ദിവസം പൂട്ടിയ കടയുണ്ടോ? ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെയൊന്നും വന്നിട്ടില്ല. നമ്മൾ അന്വേഷിക്കാറുണ്ടോ? അതായത് നമ്മൾ അന്ന് ഓപ്പൺ ചെയ്ത കടകളൊക്കെ അവിടെ തന്നെ ഉണ്ടോ? നമ്മളിങ്ങനെ പോകുമ്പോഴൊക്കെ പിന്നെ വീണ്ടും അതിലേക്കൂടെ യാത്ര ചെയ്യുമ്പോൾ ആ കടകളൊക്കെ അവിടെ നല്ല രീതിയിൽ പോകുന്നത് കാണാറുണ്ട്. ചിലപ്പോൾ ഓണർ മാറി കാണും, കടയോടെ തൂക്കി വിറ്റിയാണ്. എന്തോ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ, അല്ലെ? ചിലപ്പോ അറിയാൻ പറ്റത്തില്ല നമുക്ക്. പിന്നെ അതിലൊന്നും ഒരു കാര്യമില്ല. ബിസിനസ് നന്നായിട്ട് അറിയാവുന്ന ആളാണെങ്കിൽ ആര് ഇന്നാഗ്രേറ്റ് ചെയ്താലും രക്ഷപ്പെട്ടു പോകും. അപ്പൊ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറുവോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടകൾ ഉദ്ഘാടനം ചെയ്ത ചലച്ചിത്ര നായിക? വരുവോ? ട്രോള് വരാൻ സാധ്യതയുണ്ട്. ഒരു ട്രോള് വന്നിട്ടുണ്ട്, ഒരു ട്രോള് വന്നിട്ടുണ്ട്. സൂപ്പർ ട്രോളായിരുന്നു അത്. ഇതൊരു ട്രോളായിരുന്നു അല്ലേ? അതെ, പക്ഷെ അങ്ങനെ അല്ലാതെ ഞാൻ ഒരെണ്ണം വാങ്ങിക്കും. ഈ സെയിം അവാർഡ് മികച്ച നടി എന്നുള്ള പേരിൽ വാങ്ങിക്കും. ഇന്നല്ലെങ്കിൽ നാളെ. അല്ലാതെ ഉദ്ഘാടക ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരു പറ്റിയ ക്യാരക്ടർ വരാൻ കാത്തിരിക്കാം നമ്മളല്ലേ? ഓക്കെ. അപ്പൊ അണി ഇപ്പം വളരെ തിരക്കാണോ? ഇപ്പൊ എന്താ ഒരു അവസ്ഥ? ഇപ്പൊ
അത്യാവശ്യം വലിയ പരിക്കുകളില്ലാതെ നല്ല രീതിയിൽ പോകുന്നു. ഈ കൂടുതൽ അഭ്യാസം അവിടെ തെലുങ്കിലും തമിഴിലുമാണോ? തെലുങ്ക് ഉണ്ട്. തെലുങ്ക് ഒരു മൂവി ചെയ്തായിരുന്നു, വീരസിംഹ റെഡ്ഡി. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം വന്നപ്പോ സാറായിട്ട് സംസാരിച്ചു. അത് റിലീസ് ചെയ്ത് മനോഹരമായിട്ട് ഓടി അവിടെ. തെലുങ്ക് ഭാഷയൊക്കെ എളുപ്പമായിരുന്നു അവിടെ. തെലുങ്ക് ലാംഗ്വേജ് രസമാണ്, പക്ഷെ നമുക്ക് ഇവിടുത്തെ കുറെ വാക്കുകള് ഇവിടെ ഭയങ്കര നമ്മൾ സീരിയസ് ആയിട്ട് പറയുന്നതൊക്കെ ആ വാക്ക് ചിലപ്പോൾ അവിടെ കോമഡി ആയിരിക്കും, അവിടെ കോമഡി അതെ ചീത്തയായിരിക്കും. അത് അങ്ങനെ മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഭാഷാ പ്രൊഫസറെ പിടിച്ചിട്ടുണ്ടോ തെലുങ്കിൽ? ഇല്ല. ഈ നമ്മൾ ആദ്യം മൂവി ചെയ്യുന്ന സമയത്ത് അപ്പൊ അവിടെ ഈ റേപ്പു എന്ന് പറയുന്നത് ടുമോറോ, പേരൊക്കെ ചേർത്തി ചിലപ്പോ നമ്മുടെ പേര് ചേർത്തിട്ടായിരിക്കും റേപ്പ് ഷൂട്ടിംഗ് ഉണ്ടെന്നൊക്കെ അതൊക്കെ പറ്റിയിട്ടുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ഇനി വല്ല റേപ്പ് സീൻ വല്ലവർ വെച്ചിട്ടുണ്ടോ, എന്താ സംഭവം നമുക്കറിയില്ല. നാളെ ഷൂട്ട് ഉണ്ടെന്ന് പറയുന്നത് റേപ്പ് നാളെ. അതെ റേപ്പ് ഉണ്ടെന്നല്ല, അത് അവരുടെ സ്റ്റൈൽ അവർ പറയുമ്പോൾ ഭയങ്കര രസമാണ്. അങ്ങനെ കുറെ വേർഡ്സ് ഉണ്ട് അവർക്ക്. ഇൻട്രസ്റ്റിംഗ് ആണ്, ലാംഗ്വേജ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. തമാശക്കാരല്ലാത്തവരുടെ ജീവിതത്തിൽ ഒരുപാട് ഫലിതങ്ങളുണ്ടാവും. നമ്മൾ തമാശ ഉണ്ടാവും, നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് അറ്റ്മോസ്ഫിയറിൽ കേൾക്കാൻ പറ്റിയ കഥകളുണ്ടാവും. ഈ ഒരുപാട് ഉദ്ഘാടനത്തിന് പോയ ആളെന്ന നിലയിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? നമ്മൾ പിന്നീട് ഓർക്കുമ്പോൾ നമുക്ക് ചിരി വരും, അപ്പൊ നമുക്ക് എന്തെങ്കിലും സൂചിക്കാവുന്നാലും. അതെ കുറേ ഉണ്ട്. കാരണം എല്ലാ ഇനോഗ്രേഷന് പോകുമ്പോഴും നമുക്ക് രസകരമായ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് പിന്നീട് പറഞ്ഞ് ചിരിക്കുന്ന, വണ്ടിയിലിരുന്ന് ചിരിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അതിൽ എനിക്ക് ഭയങ്കര ആ സമയം ഭയങ്കര എന്നെ പേടിപ്പിച്ച് പിന്നെ നമ്മൾ റിലാക്സ്ഡ് ആയി കഴിഞ്ഞ് എൻജോയ് ചെയ്തൊരു കാര്യം കോട്ടയത്ത് ഒരു ഇനാഗ്രൽ ഫംഗ്ഷന് പോയപ്പോഴാണ്. അപ്പം എനിക്ക് തോന്നുന്നു അത് ഓർക്കുന്നില്ല, കുറച്ചായി. അപ്പോ അവര് ഒരു പയ്യനെ എറണാകുളത്തേക്ക് വിട്ടു നമ്മളെ കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അവന്റെ അടുത്ത് ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നോ അങ്ങനെ ഒന്നും പറയാതെയാണ് വിട്ടേന്ന് തോന്നുന്നു. അവനെ അവിടെ വന്നു കഴിയുമ്പോൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് ആയി. ആക്ക് ഭയങ്കര സന്തോഷം നമ്മളെ കണ്ടു കഴിഞ്ഞിട്ട്. പിന്നെ അവൻ നമ്മളെടുത്ത് നോക്കി ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെയൊക്കെയാ വണ്ടി ഓടിക്കുന്നത്. അപ്പൊ വണ്ടി ഭയങ്കരമായിട്ട് ഓടിച്ച് പരിചയമുള്ള ഒരാളായിട്ട് തോന്നിയില്ല അവനെ കണ്ടപ്പോ. അവിടം വരെയും അവനെ ഇങ്ങനെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് ദൈവമൊന്നും പറ്റില്ല എന്ന് വിചാരിച്ച് കോട്ടയം വരെയും ചെന്നു. ഇടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. നമ്മൾ പറയും സൂക്ഷിച്ചു പോകും, നോക്കി ഓടിക്കും, പതുക്കെ ഓടിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടാ പോകുന്നത്. അവിടെ കോട്ടയത്ത് റൂമിൽ ചെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ഈ ഇനോഗ്രേഷന്റെ സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ ചെന്ന് പറയൂ എന്നെ കോസ്റ്റ്യൂമിൽ വരണം അങ്ങനെ പറയൂ. അങ്ങനെ ചിലർക്കുണ്ടാവാം, ചിലർ പറയാറുണ്ട്. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ തുണിക്കടയാണെങ്കിൽ അവർ തന്നെ നമുക്ക് കട്ടസി തരും, ഇത് ഇടണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും അവർക്ക്. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ കോട്ടയത്ത് നിന്ന് പോകുന്ന സമയത്ത് അവരിപ്പോ പെട്ടെന്ന് വേഗം പറഞ്ഞു ഇത് എപ്പോഴും ഈ ഒരു ഹറിബറി ആക്കും. നമ്മൾ ഒരാവശ്യമില്ലാതെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നാൽ പോലും അവർ വിളിക്കില്ല. നമ്മൾ ഈ അവസാന നിമിഷമായിരിക്കും ഇവർ വിളിച്ചിട്ട് പെട്ടെന്ന് വരണം എന്ന് പറയുന്നത്. ഇവന് കയ്യിന്ന് പോയി ഇവൻ വണ്ടി എടുത്ത് അവിടെ തട്ടുന്നു ഇവിടെ തട്ടുന്നു ഇങ്ങനെ പലയിടത്ത് തട്ടി ആളുകളെല്ലാം തെറി വിളിച്ചിട്ടാണ് പോകുന്നത് വഴി മുഴുവൻ. അവസാനം ഒരു ഓട്ടോയിൽ കൊണ്ടുപോയി ഇടിച്ചു. വണ്ടി മറിഞ്ഞു, ഓട്ടോ മറിഞ്ഞു. ഞങ്ങക്ക് ദൈവാനുഗ്രഹം കൊണ്ട് അകത്തിരുന്നവർക്കൊന്നും പറ്റിയില്ല. പക്ഷെ ആളുകളെല്ലാം കൂടി അവനെ, കാരണം പ്യൂർലി അവന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് വന്നത്. പുള്ളീനെ പുള്ളീനെ അടിക്കാൻ പോകുന്നു. അപ്പൊ അച്ഛനെ ഇറങ്ങിയിട്ട് ഒന്നും ചെയ്യരുത്, അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്, ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പോവായിരുന്നു, അതിന്റെ തിരക്കിൽ പറ്റിയതാണെന്നൊക്കെ പറഞ്ഞ് അവനെ പിന്നെ എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ആളുകൾ എല്ലാവരും കൂടി അങ്ങ് എടുത്തോണ്ട് പോയി തോന്നുന്നു. നമുക്ക് വേറെ വണ്ടി അവിടെ നിന്ന് പിന്നെ വന്ന് ഇത് ഈയിടെയായിട്ട് അണിയുടെ ഉദ്ഘാടനം ഇങ്ങനെ രാജ്യ അതിർത്തികൾ ഭേദിച്ചു പോവാണെന്ന് പറഞ്ഞു. അയർലൻഡിൽ എന്തോ പോയിട്ട് ഒരു ഉദ്ഘാടനം നടത്തിയോ? അതെ, അവിടെ അതിന്റെ ഒരു ഫോട്ടോ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നല്ലോ. അയർലൻഡിലൊരു മലയാളികളുടെ ഒരു അസോസിയേഷന്റെ ഒരു പ്രോഗ്രാമിനാ പോയത്, മൈൻഡ് എന്ന് പറഞ്ഞിട്ട്. അവിടെ അവരുടെ മിനിസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. അവിടുത്തെ അയർലൻഡിലെ അപ്പൊ അദ്ദേഹം അതെടുത്ത് അത് നമ്മുടെ ഫോട്ടോസ് എടുത്തൊരു പോസ്റ്റ് ചെയ്തു. അവിടുത്തെ അതെ മിനിസ്റ്റർ അല്ലല്ല മിനിസ്റ്റർ ആയിരുന്നു. മേയറും മിനിസ്റ്ററും ഒക്കെ ഉണ്ട്. അതെ നമ്മുടെ കൂടെയുള്ള സെൽഫിയാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് എടുത്ത് ഷെയർ ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു ഇല്ല മലയാളികളുടെ ഒരു പൂണ്ട് വിളയാട്ടം തന്നെയായിരുന്നു കമന്റ് സെക്ഷനില്. പുള്ളീനെ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ എന്റെ ചേട്ടാ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇതേപോലെ ഗതികേട് പറ്റാനുണ്ടോ അല്ലേ ഇത്തവിളി? ഇല്ല സ്നേഹമായിട്ട്. അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ? മലയാളത്തില് നമ്മൾ കമന്റ് സെക്ഷൻ ഫുൾ മലയാളികളാണ്. ഇംഗ്ലീഷുകാരല്ല. അദ്ദേഹത്തിന് 400-500 മാത്രം
ലൈക്സ് കിട്ടിക്കൊണ്ടിരുന്ന യൂഷ്വലി പേജ് നോക്കിയാൽ അത്രേ ഉള്ളൂ. ആ. ഇത് 1,00,000 പെട്ടെന്ന് കേറി കേറി. അങ്ങനെ വയറ് നിറഞ്ഞു പോയി കാണും അല്ലേ? എനിക്ക് പേടി അവരെന്നെ പിടിച്ച് വല്ല ജയിലിലിടുവന്നായിരുന്നു അവിടെ. അല്ല ഈ അണി അവിടെ നിൽക്കുമ്പോ തന്നെയാണോ ഈ കമന്റുകളൊക്കെ വന്നത്? അയർലൻഡിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങ് പോകുന്നില്ലല്ലേ? ഇല്ലില്ല, പോകുന്നില്ല. എല്ലാ സാധ്യത കാര്യം അവിടുത്തെ മന്ത്രിക്ക് ടെൻഷൻ അതായിരുന്നു. ഈ അയർലൻഡിലെ ആ ട്രോള് കിട്ടിയത് നമ്മുടെ ആ പടം ഉണ്ടായിരുന്നു. വേണമെങ്കിൽ നമുക്ക് ശരി. ഇതായിരുന്നു അല്ലേ? ഈ മന്ത്രിയാണോ വെള്ളം പിടിച്ചു പോയത്? സെൽഫി എടുക്കുന്ന കണ്ടിട്ട് നല്ലൊരാളാണെന്ന് തോന്നുന്നു. നല്ല മനുഷ്യനാണ് പാവം. പുള്ളി സെൽഫി എടുക്കുന്ന ആളാ മന്ത്രിയല്ലേ? സെൽഫി എടുക്കുന്ന ആളാണ് മിനിസ്റ്റർ. ബാക്കിൽ നിൽക്കുന്ന ആളാണ് അവിടുത്തെ മേയർ എന്നാണ് എന്റെ വിശ്വാസം. ഫ്രണ്ട് നിൽക്കുന്ന മലയാളിയാന്ന് തോന്നുന്നു. മലയാളീസ്, അതെ അതെ. അത് അവിടുത്തെ നമ്മുടെ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തത് പുള്ളിക്കാരി. അയർലൻഡുകാർക്ക് ഒരു തമോഭാഗം അല്ലേ? എന്റെ അല്ല, അയർലൻഡിൽ വേറൊരു കഥയും കൂടി ഉണ്ട്. അവിടെ ബ്ലാഡ്നി എന്നാണെന്ന് തോന്നുന്നു ഒരു കാസിലിന്റെ പേര്. ഒത്തിരി വർഷം 500 വർഷം കണ്ട് പഴക്കമുള്ള ഒരു കാസിലാണ്. അപ്പൊ അവിടുത്തെ അതൊരു കുഞ്ഞ് സ്റ്റേഴ്സിലൂടെ നമ്മളിങ്ങനെ കയറി ഭയങ്കര ക്യൂ ആണ് അവിടെ എത്തിപ്പെടാനായിട്ട്. ക്യൂ നിന്ന് മേളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു സ്റ്റോൺ ഉണ്ട്. ആ സ്റ്റോൺ നമ്മളിങ്ങനെ കുനിഞ്ഞ് കിടന്നിട്ടൊക്കെ വേണം. അതിന്റെ ഒരു വീഡിയോയും ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൽ കിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളിങ്ങനെ തുരുതുരാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സംസാരം ഭയങ്കര നന്നാക്കാനുള്ള ഒരു എന്താ പറയാ, എന്തോ ഒരു മാജിക്കൽ പവർ അതിനുണ്ട് എന്നാണ് വിശ്വാസം. ആ കാസിലിന്റെ ഏറ്റവും മുകളിലാണ് ഈ സ്റ്റോൺ വെച്ചേക്കുന്നത്. അതിൽ വളഞ്ഞു കയറി പോകാനല്ല, നമ്മൾ കിസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മളിങ്ങനെ വളഞ്ഞു കിടന്നിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട്. അത് പറ്റിച്ചു. ഞാൻ പോയി ചെയ്തു. ഒരു രസം. അതിന്റെ അടുത്ത ദിവസം എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ വന്നു. അടുത്ത ദിവസം എന്റെ സൗണ്ട് പോയി. അത്രയും നാൾ ഒരു 1 മന്തോളം പിന്നെ എനിക്ക് സൗണ്ട് പ്രോപ്പറായിട്ട് സംസാരിക്കാനേ പറ്റിയില്ല. ഞാൻ ശരിക്കും ഒന്ന് പേടിച്ചു. ഇനിയിപ്പോ തെളിഞ്ഞു വരുന്നതാണോ, തിരിച്ചു കിട്ടില്ല എന്നാ വിചാരിച്ചത്. പിന്നെ അത് പതുക്കെ എന്തോ രക്ഷപ്പെട്ടു കിട്ടി തിരിച്ചെന്തായാലും സൗണ്ട്. അണി വിദേശത്തൊക്കെ പോകുമ്പോഴെല്ലാം വാർത്തയാ. ഇസ്താംബുളിൽ പോയിട്ട് വഴിയറിയാതെ ഒരു കാർ ഡ്രൈവർ തട്ടിക്കൊണ്ടുപോയില്ലേ? ഏറെക്കുറെ അത് നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നുള്ള പരിപാടി അല്ലായിരുന്നു അല്ലേ? ഇസ്താംബുളില് അവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ലാംഗ്വേജ് ഭയങ്കര. നമ്മൾ ഈ മൂവിയുടെ ഷൂട്ടിന് പോകുമ്പോഴത്തേക്കും നമുക്ക് അവരുടെ ഒരു ഗൈഡോ അങ്ങനെയൊന്നും ഷൂട്ടിന് പോയതാണ് 30 days. അപ്പൊ ഒരു 15 days എനിക്ക് ഷൂട്ടുള്ളൂ. അപ്പൊ ബാക്കി സമയത്തൊക്കെ ഞാനും അച്ഛനും പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു രാഹുൽ എന്ന് പറഞ്ഞൊരു പയ്യനുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മള് ബാക്കി സമയമെല്ലാം റൂമിൽ ഫ്രീ ആണ്. അപ്പൊ നമുക്കിങ്ങനെ പുറത്തോട്ട് കറങ്ങി നടക്കാന്നുള്ളതാണ് നമ്മുടെ മെയിൻ ജോലി. അപ്പൊ നമുക്കൊരു വണ്ടി ഒന്ന് വിളിക്കാൻ പോലും, നമ്മളെ മോളുകളും അവിടെയൊക്കെ പോയിട്ട് അവരോട് വരാൻ പറയാൻ പോലും ഭയങ്കര പ്രശ്നമാണ് കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ ഞങ്ങൾ എവിടെയോ അവിടെ ഒരു സ്ട്രീറ്റിൽ പോയിട്ട് അവിടെ നിന്നൊരു ടാക്സി എടുത്തു. ലൊക്കേഷൻ ഫോണിൽ കാണിച്ചു കൊടുത്തു. ഇന്ന സ്ഥലത്താണ് ഹോട്ടൽ, ഇവിടെ പോകണമെന്നും പറഞ്ഞ് കാണിച്ചു കൊടുത്തു. ഈ പേരിൽ കുറെ ഹോട്ടൽസ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഈ മനുഷ്യൻ കൊണ്ടുപോയത് വേറെ എവിടെയോ ഒരു സ്ഥലത്ത്. അപ്പൊ ഈ അത്യാവശ്യം പേയ്മെന്റിന്റെ കാര്യത്തിലൊക്കെ നല്ല ബാർഗെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഹ്യൂജ് എമൗണ്ട് അവർ പറയുന്നതും നമുക്ക് നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വിടാനായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവൻ പറയുന്നു, നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോണം, ഇതാണ് നിങ്ങൾ പറഞ്ഞ സ്ഥലം. നമുക്കൊരു പിടിയില്ല ഇതെവിടെയാണ് എന്താണോ. നമ്മൾ ഭയങ്കര ഷോക്ക്ഡായി പോയി. ഞങ്ങൾ പറഞ്ഞു, ഇല്ല ഞങ്ങൾ ഇതല്ല, ഈ ലൊക്കേഷൻ അല്ല, അവിടെ കൊണ്ടുപോയി വിടണം എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇറങ്ങി പോകുന്നതിന്റെ പൈസ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വണ്ടി എടുത്തിട്ട് വേറെ ഏതോ ഒരു ആളും പ്രദേശം ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടു. നമ്മള് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ഇവൻ പറഞ്ഞാലൊട്ട് മനസ്സിലാവുന്നില്ലേ പുള്ളിക്ക്, ഇതെന്താ കമ്മ്യൂണിക്കേഷനും പ്രോപ്പർ ആവുന്നില്ല. അവസാനം പേടിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പോലീസിനെ വിളിക്കും. നിങ്ങൾ എന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു, ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്താണ്, ഞാൻ പോലീസിനെ വിളിക്കും എന്നൊക്കെ പറയാം. കിഡ്നാപ്പ് എന്നുള്ള വേടും കണ്ട് പുള്ളിക്ക് മനസ്സിലായി. ആകെ അത് മാത്രം മനസ്സിലായി. പറ്റിച്ചതാവാനും ചാൻസ് ഉണ്ട്. ഇനി മേ ബി ലൊക്കേഷൻ മാറിപ്പോവാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ഇൻസിഡൻസ് അവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അവിടെയുള്ള നമ്മുടെ ആളുകളൊക്കെ പറയാറുണ്ട്. അവിടെ കുറച്ച് സൂക്ഷിക്കണം, നമ്മൾ ഈ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട്. അല്ല, ഇതിനെടുക്കുന്ന പ്രിക്കോഷൻ എന്താ കാര്യം? വിദേശ നാടുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഭാഷ അറിയില്ല, നമുക്ക് ആളുകളെ അറിയില്ല, നമ്മൾ ഇറങ്ങി നടക്കുന്ന സമയത്ത് എന്തും സംഭവിക്കാം. ഈ ഒരു ഇൻസിഡന്റ് കൊണ്ട് പഠിച്ചു. പിന്നെ ആ പരിപാടി നിർത്തി. ഇങ്ങനെ കറങ്ങാൻ പോകുന്നതും നമുക്ക് അറിയില്ലാത്ത വണ്ടികൾ പോയി വിളിക്കുന്നതും ഒക്കെ ഉള്ള നിർത്തി. അണി വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ മറ്റേ കാര്യം ഓർത്തു വെച്ചു. ഏതാണെന്നറിയോ? അന്നൊരു അമ്പലം ഉണ്ടാക്കിയല്ലോ ഒരു ആരാധകൻ. അതിപ്പോഴും ഉണ്ടോ അമ്പലം? ഉണ്ടായിരിക്കും, അറിയില്ല. അതിന് ഭയങ്കര അല്ല, അത് ഈയിടെയാണ് അന്വേഷിച്ചു അതിനെ കുറിച്ച്. കാര്യം നമ്മുടെ പേരിൽ ഒരു അമ്പലം ഉണ്ടാകുമ്പോഴേ
അവിടെ ഭക്തന്മാരുണ്ടോ, അവിടെ പൂജ നടക്കുന്നുണ്ടോ, പ്രായമൊക്കെ ആയിട്ട് അവിടെ പോയി ഇരിക്കാം എന്നുള്ളൊരു പ്ലാൻ. അത് നല്ലൊരു ഐഡിയ ആയിരുന്നു. അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാലേ കുറെ നാട്ടുകാരെങ്കിലും രക്ഷപ്പെടും. നമ്മളൊക്കെ ഇത്രയും കാലം നടന്നിട്ട് നമുക്ക് അമ്പലം പോയിട്ട് ഒരു ചെറിയ ചെറിയ കുച്ചിരി പോലും ആരും ഉണ്ടാക്കിയിട്ടില്ല. കുഞ്ഞമ്പലമൊക്കെ ആയിരിക്കും ലക്ഷണം കണ്ടിട്ട്, ഒരു കുഞ്ഞൊരു കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട്. തമിഴ്നാട്ടിൽ എവിടെയായിരുന്നു അത്? പുള്ളിക്കാരന്റെ നാട്ടിലെവിടെയാണ്, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇനിയിപ്പോ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അവരുടെ അമ്പലത്തിലെ ദേവി വന്നു എന്ന് പറഞ്ഞ് എന്നെ എങ്ങാനും അവിടെ പിടിച്ചിരുത്തിയാലോ. അതുകൊണ്ട് ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. അല്ല, അവിടെ വേറെ ഡീറ്റെയിൽസ് ഇട്ട് സാറിന് ഈ അമ്പലത്തിന്റെ ഒക്കെ ഫ്രണ്ടില് ഈ വഴിപാടുകൾ ഏതൊക്കെയാന്ന് എഴുതി വെച്ചേക്കും. ഹണി റോസിന്റെ അമ്പലത്തിൽ ഏതൊക്കെയാ വഴിപാട്, അങ്ങനെ വല്ല അതൊന്നും ഡീറ്റെയിൽസ് അറിയില്ലല്ലേ? ഈ ആരാധകനെ കുറിച്ച് പിന്നെ വിവരമില്ല. വല്ലപ്പോഴും അയാൾ ജീവനോട് ഉണ്ടാവും. ഉണ്ടല്ലേ, അത് പ്രശ്നമില്ല. എന്തായാലും പക്ഷേ ആ ക്ഷേത്രം ഒന്ന് അന്വേഷിക്കണം. നമ്മള് കാര്യം ഇത്രയും നമ്മൾ കണ്ടിപ്പോ വേണ്ട 1 വർഷത്തോളമായി അല്ലേ? 1 കൊല്ലത്തോളായെങ്കിലും ഞാൻ ബാക്കി പല കാര്യങ്ങളെയും മറന്നു ആണ് ഈ പറഞ്ഞത്. പക്ഷേ ഈ ക്ഷേത്രത്തിന്റെ കാര്യം ഞാൻ ഇങ്ങനെ കിടക്കരുത്. കാരണം ആ അമ്പലം, അവിടെ ഒരു പൂജ, ഹണി റോസിന്റെ വിഗ്രഹം, ഇങ്ങനെ ഇതൊക്കെ ഞാനിങ്ങനെ പാൽപായസം, എനിക്ക് തോന്നുന്നു എന്റെ ബർത്ത്ഡേയുടെ ടൈമിൽ പാൽപായസം എല്ലാവർക്കും വെച്ച് കൊടുക്കുന്നു എന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. പായസമാണോ ഇഷ്ടം പരിപാടി? അങ്ങനെയൊന്നുമില്ല. ഹൈദരാബാദിലൊരു മോളില് പോയിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ. ഹൈദരാബാദില് കുറെ ഇനോഗ്രൽ ഫംഗ്ഷന് പോയിട്ടുണ്ട്. അവിടുത്തെ ആളുകൾക്ക് ഭയങ്കര ഒരു പ്രത്യേക സ്നേഹമാണ് നമ്മുടെ അടുത്ത്. നമ്മൾ ഇവിടുത്തെ ഒരു കൾച്ചർ അല്ല സിനിമയും സിനിമ ആളുകളുമായിട്ടൊക്കെ. അവർക്ക് കുറച്ചും കൂടി ഭയങ്കര ഒരു ആത്മബന്ധമാണ്. അപ്പൊ നമ്മൾ ഒരു സിനിമ ചെയ്താലും അല്ലെ സിനിമയിൽ ഈവൻ നമ്മൾ അഭിനയിക്കുന്നു എന്നുള്ളൊരു പേര് വന്നാൽ പോലും എനിക്ക് തോന്നുന്നു അവർക്കങ്ങ് ഭയങ്കര സ്നേഹമാണ്. നമ്മളിങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞ് കൊല്ലും, അത്രയും സ്നേഹമാണ്. അവിടെ എപ്പോൾ ഇനോഗ്രൽ ഫംഗ്ഷന് പോയാലും എനിക്ക് തോന്നുന്നു അവിടെ നമ്മുടെ ഇവിടെ ബൗൺസേഴ്സ് ആണെങ്കിൽ അവിടെ അവര് പോലീസാണ് നിക്കുക. അതുകൊണ്ട് ചിലപ്പോ ഇവര് ഈ ലാത്തിയും കൊണ്ട് ഇവർ അടിയൊക്കെ കൊടുത്താൽ പോലും ആ പൊസിഷനിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരാൾ പോലും മാറില്ല. അതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അവിടെ പോയിട്ട് അഭിനയിക്കണം ആൾക്കാർ, നല്ല കാര്യം അറിയാൻ പറ്റുമല്ലേ? അപ്പൊ ഈ അവിടെ ഹൈദരാബാദിലെ ഒരു മാളിൽ പോയിട്ട് എന്തോ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ട് വീട്ടിലായി പോയി. അത് നമ്മുടെ ഷൂട്ടിങ്ങിന്റെ ടൈമിൽ പോയതാണ്. അപ്പം നമ്മള് സോങ് ഷൂട്ടായിരുന്നു. അതൊരു 2-3 days മുമ്പ് അവിടെ റിഹേഴ്സലും കാര്യങ്ങളും ഒക്കെ. ഒരു 2 ദിവസമൊക്കെ അവര് യൂഷ്വലി അങ്ങനെയാണ്, സോങ് എടുക്കുന്നതിന് മുമ്പ് റിഹേഴ്സൽ ഉണ്ടാവും, നമുക്ക് പ്രാക്ടീസ് തരും. അവിടെ ചെന്നു. അപ്പൊ അവരിങ്ങനെ ഒരു ഭയങ്കര സ്പെഷ്യൽ ഒരു ഡ്രിങ്ക്, എന്തോ ഒരു റോസ് മിൽക്കോ അങ്ങനെ എന്തോ ആണ്, അതിനെ പറ്റി ഇങ്ങനെ കേട്ട് ഇങ്ങനെ വന്ന സമയം കേട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. അതെ, എന്താണെന്ന് ട്രൈ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ അവസാനം ഷൂട്ട് തുടങ്ങുന്നതിന് തലേ ദിവസം റിഹേഴ്സൽസ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ്, നമുക്ക് ടൈം കിട്ടി. എന്നാ പിന്നെ ഇതെന്താന്ന് അറിയാന്നും കരുതി പോയി കുടിച്ചു. എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൂക്കുറ്റിയായോ? പിറ്റേ ദിവസം തൊട്ടിട്ട് പടി മൊത്തം പ്രശ്നമായി. ഷൂട്ട് മുടക്കാൻ പറ്റത്തില്ല, നമുക്ക് ഓപ്ഷൻ ഇല്ല. നമുക്കിപ്പോ തളർന്ന് വീണ് കിടക്കുന്നു, എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവര് നമ്മളെ എടുത്ത് നേരെ നിർത്തി ഷൂട്ട് ചെയ്യും. അതെ, പക്ഷെ നമ്മുടെ എനർജി ഒക്കെ ഭയങ്കര ലോ ആയി പോയി. പിന്നെ നമ്മള് ഗ്ലൂക്കോസും അതും ഇതും ഒക്കെ കുടിച്ച് അങ്ങനെയായിരുന്നു, ഭയങ്കര കഷ്ടപ്പെട്ട ചെയ്തു. തെലുങ്കിലൊക്കെ ഹണി റോസിന് കിട്ടുന്ന റോളുകളുടെ ഒരു സ്വഭാവം എങ്ങനെയാ? തെലുങ്കില് ഞാൻ ബാലകൃഷ്ണ സാറിന്റെ കാമുകിയായിട്ടും അമ്മയായിട്ടും ചെയ്തിട്ടുണ്ട്. അമ്മയായിട്ടും അഭിനയിച്ചു. അതെ, അത് ഒരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള 65 വയസ്സ്. അവിടെ ഫുൾ വര, ഇങ്ങനെ വരകളൊക്കെ കൊടുത്ത് റിങ്കിൾസ് ഒക്കെ ഇട്ട് രസമായിരുന്നു. അല്ല, നമ്മള് കാണുമ്പോ ഏകദേശം ഒരു ഭയങ്കര അമ്മൂമ്മയായിട്ടൊന്നും തോന്നില്ലെങ്കിലും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അമ്മൂമ്മയായിട്ട് പ്രചരിപ്പിക്കണമായിരുന്നു. ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഇവിടെ ട്രോൾ ആയിട്ടുണ്ട്. പടം നന്നായിട്ട് ഓടിയോ? നന്നായിട്ട് ഓടി, ഹിറ്റ് ആയിരുന്നു, വലിയ വിജയമായിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് അവിടെ പെട്ടെന്ന് നമ്മുടെ മാർക്കറ്റ് ഷൂട്ടപ്പ് ആവുമല്ലോ. പിന്നെ തീർച്ചയായിട്ടും അതും അത്രയും വലിയൊരു ടീമാണ്. നമ്മുടെ പുഷ്പയൊക്കെ ചെയ്ത മൈത്രി എന്ന് പറയുന്ന ഒരു വലിയൊരു ടീമായിരുന്നു. അതാണ് അവരാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിലംതൊടാതെ ഓട്ടമായിരുന്നു അതോ? അവിടെ അത് കഴിഞ്ഞ് നമ്മൾ ഉദ്ഘാടനം വിട്ട് എപ്പോഴാ ഒഴിവ്? സാർ, മൂവീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രയോറിറ്റി വേറെ ഒന്നിനും ഇല്ല. നമുക്ക് ഈ മൂവി ഉദ്ഘാടനം വന്നാൽ മൂവിയുടെ പിന്നാലെ പോകും അല്ലേ? ഡെഫിനറ്റ്ലി. അല്ലാതെ ഉദ്ഘാടനം വെച്ചിട്ട് നമ്മൾ കളിക്കുന്നില്ല. ഉദ്ഘാടനം നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, നമുക്ക് ഫ്രീ ടൈം ഉള്ളപ്പോഴും ഒക്കെ ചെയ്യാം. പക്ഷെ സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് ഇതെല്ലാം തീർച്ചയായിട്ടും മാറ്റി വെക്കും. സിനിമ എന്ന് പറയുന്നത് നമ്മുടെ പാഷൻ അല്ലേ? കുട്ടേട്ടൻ എന്തോ ചോദിക്കുന്നുണ്ട്. നമസ്കാരം ഹണി റോസ്. ഹായ്, നമസ്കാരം കുട്ടേട്ടാ. സുഖാണോ? കുട്ടേട്ടൻ വലിയ വേദനയായിരുന്നു ഹണി റോസ് പോയി കഴിഞ്ഞപ്പോ. അന്ന് കണ്ടതിൽ പിന്നെ പുള്ളിക്ക് ഉറക്കമില്ല. എനിക്ക് ഭയങ്കര വേദനയായിരുന്നു, സങ്കടമായി. ഹണി റോസ് 2022 ഓഗസ്റ്റ് 21 ഹണി റോസ് ഇതിനു മുമ്പ് ഈ വേദിയിൽ വന്നത്. അതായത് 725 ദിവസവും 17,409 മണിക്കൂറും 10,44,590 ഇത്രയും സമയം കഴിഞ്ഞു നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടിയിട്ട്.
ഇതുപോലെ ഒരു കാമുകനെ എന്റെ ലൈഫിൽ കിട്ടുമായിരുന്നെങ്കിൽ എന്തായാലും എത്ര രക്ഷപ്പെട്ടു പോയേനെ, കൃത്യമാണ്. രക്ഷപ്പെട്ടു ഞാൻ ഇയാളുടെ മനുഷ്യനായിരുന്നെങ്കിൽ battery ഊരി വിടാൻ തീർച്ചയായും തോന്നും അത് ചില പരിഗണിക്കുമായിരുന്നു. എന്തായാലും എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഹണി റോസ്. ശരി. താങ്കളുടെ കുട്ടിക്കാലത്ത് താങ്കൾ വലിയ ധൈര്യശാലിയായിരുന്നു എന്ന് കുട്ടിട്ടൻ മനസ്സിലാക്കുന്നു. പാമ്പിന്റെ വാലിൽ പിടിച്ചെല്ലാം താങ്കൾ തറക്കുമായിരുന്നു അല്ലേ? എനിക്ക് അടുത്ത ട്രോള് മേടിച്ചു തരാനുള്ള അത് പരിപാടിയാണ്. ഉണ്ടല്ലേ? അതെ 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 അതെ. അത് ചെറിയ പ്രായത്തിലാണ്. ചെറിയ പ്രായത്തിൽ എന്ന് വെച്ചാൽ 2, 2.5, 3 വയസ്സൊക്കെ ഉള്ള സമയത്ത്. അത് എനിക്ക് വലിയ മെമ്മറി ഇല്ല അതിനെപ്പറ്റി. അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുള്ള ഓർമ്മയാണ് എനിക്ക്. അതെ. അപ്പൊ നമ്മൾ ഈ താമസിക്കുന്ന ഒരു സ്ഥലത്തൊക്കെ ഇഷ്ടം പോലെ വിഷമുള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള പാമ്പുകളുണ്ടാവും. അപ്പൊ നമുക്ക് പാമ്പിനെ കണ്ട് പേടിക്കണമെങ്കിൽ നമുക്കത് പാമ്പാന്നൊക്കെ അറിയാനുള്ള ഒരു അറിവ് വേണമല്ലോ. അതില്ലാത്ത സമയത്ത് ഏതോ ഒരു പൊത്തിലേക്ക് ഇങ്ങനെ കയറിപ്പോയി ഒരു പാമ്പ് അതിന്റെ വാലെ പിടിച്ചിങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി. അത് വിഷം ഉണ്ടായിരുന്നില്ല. അച്ഛൻ വന്നു. അച്ഛൻ ഭയങ്കര പേടിച്ചു. പക്ഷെ ഒച്ച വെച്ചാ ഞാനും പേടിക്കുന്നു കരുതിയിട്ട് അച്ഛൻ ഒച്ച വെച്ചില്ല. പക്ഷെ ഇത് കണ്ട് അന്ന് അമ്മ ഭയങ്കരമായിട്ട് കുഞ്ഞു ഞാൻ തകർത്തേനെ. അതെ. ഹണി റോസ് ഒരു പാമ്പിന്റെ വാലിൽ എന്ന് പറഞ്ഞിട്ട് അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ അങ്ങനെ ട്രോളർമാര് വന്നോളൂ. ഇനിയിപ്പോ ഇത് കേട്ടല്ലോ അവര് ഒരു തള്ളാടെന്നൊക്കെ പറഞ്ഞപ്പോ വരും. അണിക്ക് ജീവിതത്തിൽ ചില ഭാഗ്യം ഉണ്ടാകാറുണ്ട്. ഇപ്പൊ മോൺസ്റ്റർ എന്ന സിനിമയില് അണി എനിക്കൊരു ലെസ്ബിയന്റെ റോളായിരുന്നു അല്ലേ? അതെ. അതില് എനിക്കൊന്ന് സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെക്കാളും സ്ക്രീനിൽ കുറെ അധികം സമയം അണിയായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ പറയാം. അതെന്തായിരുന്നു അത് അങ്ങനെ സംഭവിച്ചത്? കാരണം ലാലേട്ടൻ ഉണ്ടല്ലോ, ലാലേട്ടൻ നിറഞ്ഞ് ആദ്യം മുതൽ അന്തം വരെ നിറഞ്ഞിരിക്കല്ലേ? അതൊരു ബ്ലെസ്സിങ് അല്ലേ സാർ? പിന്നെ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് കിട്ടിയത്. അത് വൈശാഖ് സാർ ആദ്യം എന്റെ അടുത്ത് കഥ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ബാമിനി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ഇത് ബാമിനിയുടെ സിനിമയാണ്. ബാക്കി ഈവൻ ലാൽ സാറിന്റെ കഥാപാത്രം പോലും വന്നു പോവാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ അത്രയും സീരിയസ്നെസ്സോടെ ഞാനത് കാണണം എന്നുള്ളതിന് അദ്ദേഹം പറഞ്ഞു തരികയായിരുന്നു. അങ്ങനെ ആ സിനിമ ചെയ്തപ്പം എനിക്ക് തോന്നുന്നു സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും അത്യാവശ്യം നല്ല റെസ്പോൺസ് ആണ് ഈ കഥാപാത്രത്തിനും ആ സിനിമയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ട്രോളുകളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും കഥാപാത്രത്തിന് അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട്. ഇതിലും എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നും കിട്ടിയതിലും ഭയങ്കര ഒരു ഭീകര സ്വീകരണമായിരുന്നു തെലുങ്കിൽ നിന്ന് കിട്ടിയത്. അവിടുത്തെ അവര് അപ്പൊ എത്രത്തോളം നമ്മുടെ സിനിമയും നമ്മുടെ ലാംഗ്വേജും ഒക്കെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവര് വീരസിംഹാരെഡ്ഡിയുടെ റിലീസ് ടൈമിലായിരുന്നു ആ സിനിമയെ പറ്റി പറയുന്നതിലും കൂടുതൽ മോൺസ്റ്ററിനെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത്. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അതിൽ എനിക്കൊന്ന് അണി ഫൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എനിക്കൊരു അടിയൊക്കെ കിട്ടുന്ന സാധനം ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഹസ്ബൻഡ് വൈഫ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പം അതെ 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 അതെ. പുള്ളിക്കാരി മഞ്ജു എന്ന് പറയുന്ന പുള്ളിക്കാരിയായിരുന്നു അതിൽ മെയിൽ, ഒരു ഡോമിനേറ്റിംഗ് കഥാപാത്രം ചെയ്തേക്കുന്ന പുള്ളിക്കാരിക്കായിരുന്നു ഫൈറ്റ് ഉണ്ടായിരുന്നത്. അല്ല, അണിയുടെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സ്, പ്രത്യേകിച്ച് സ്വർഗരീതിയിൽ താല്പര്യമുള്ള പെൺകുട്ടികളുടെ കഥ പറയുന്ന സിനിമയൊക്കെ വന്നാൽ മലയാളികൾ അത് എങ്ങനെയാ സ്വീകരിക്കുക? എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചുകൂടി നമ്മൾ അതിനെപ്പറ്റി കുറച്ചുകൂടി അവയർനെസ് നമുക്കുണ്ട് നമ്മുടെ സമൂഹത്തിന്. അപ്പം അതൊരു സിനിമകളായാലും അല്ലെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആയാലും നമുക്കറിയാം നമ്മൾ അവരെ കുറച്ചും കൂടി ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിനിമകളിലായാലും ആളുകൾ ആ ഒരു റെസ്പോൺസ് തന്നെ ആയിരിക്കും, ആ ഒരു രീതിയിൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോൾ ഭയങ്കര പേടി കക്ഷിയാന്ന് ഈ അടുത്ത കാലത്ത് ഭയങ്കര, അതായത് എനിക്ക് തോന്നുന്നു ഞാൻ ഹൈദരാബാദിൽ നിന്ന് കൊച്ചിനിലേക്ക് വരുന്ന നൈറ്റ് ടൈമിൽ ഒരു ഫ്ലൈറ്റ് ആയിരുന്നു. ഭയങ്കര ഭീകര ടർബുലൻസ് ആയിരുന്നു. അയ്യോ ഒരു രക്ഷയില്ല. ഞാൻ വിചാരിച്ചു തീർന്ന് നമുക്ക് ഫ്ലൈറ്റ് നമുക്ക് ഇത് കൈയൊക്കെ ഇങ്ങനെ വിറച്ചിട്ട് നമ്മൾ ഇത് സ്റ്റോപ്പ് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവമേ ഒരു ഭീകര ഒരു അവസ്ഥയോ ഏതാണ്ട് അവസാനമായി നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും. എന്താ ആലോചിച്ചത്? അത് തന്നെ അവസാനമായി. ബോഡി പോലും കിട്ടില്ലല്ലോ ദൈവമേ, ചിലപ്പോ പുകഞ്ഞു പോവോ കത്തി പോവോന്നൊക്കെ ആയിരിക്കും നമ്മള് വരുന്നത്. ഭൂമിയിൽ സാറ്റലൈറ്റ് ഫോൺ വഴി ആർക്കെങ്കിലും ഫോൺ ചെയ്തു ആ ബാങ്ക് കോർപ്പറേഷൻ ബാങ്കിൽ കിടന്ന കാശെടുത്ത് മറ്റേ ബാങ്ക് ഇല്ല, ഞാനും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്ത്. അപ്പൊ അമ്മ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഒരു പേടിയുടെ ഒരു അവസ്ഥ എങ്ങനെ? പേടിച്ച് വിറച്ച് നിലവിളി? എനിക്ക് അതുവരെയും പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അന്ന് നന്നായിട്ട് ഒന്നുമില്ല, പുറത്തേക്കൊന്നും ആരും അറിയില്ല. ഇങ്ങനെ സീറ്റിൽ ഇങ്ങനെ മുറക്ക പിടിച്ചോണ്ടിരിക്കും, അത്രേ ഉള്ളൂ. ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും, അത്ര മാത്രമേ ഉള്ളൂ. വേറെ ആളുകൾ കാണുമ്പോൾ ഭയങ്കര നോർമലായിട്ട് ഭയങ്കര ധൈര്യമായിട്ടിരിക്കുന്നു എന്നേ തോന്നുള്ളൂ. നമ്മൾക്ക് ഈ ഒരല്പം ഭീരുത്വം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പുറത്ത് കാണിക്കത്തില്ലല്ലോ. കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളെല്ലാം ശല്യപ്പെടുത്തിക്കൊണ്ട് പൂവാലം നേരെ വരുന്നു. അവന്റെ ശല്യം ഒരു പരിധി വിട്ടു, ഒരെണ്ണം അവൻ കൊടുക്കാൻ പറ്റുമോ? അത് എനിക്കറിയില്ല. അത്രയ്ക്കൊന്നും ഞാൻ അങ്ങനെ എനിക്കങ്ങനെ ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല. സമാധാനം എന്റെ പൊന്നെ, ഇത് വല്ല പിതാവ് പോലും ആവണ്ട. ഓക്കെ കുട്ടിയേട്ടാ പറഞ്ഞോളൂ. ഹണി റോസ് എന്തോ
താങ്കൾ ഒരിക്കൽ വിജയവാഡയിൽ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറിയ സമയത്ത് ആ ഹോട്ടലിലുള്ള മുഴുവൻ സ്റ്റാഫും കൂടാതെ ആ ഹോട്ടലിലെ എക്സിക്യൂട്ടീവ് ഷെഫ് അടക്കം താങ്കളുടെ മുന്നിൽ വന്ന് നൃത്തം ചെയ്തു എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. അത് സത്യമാണ്. നമ്മുടെ വീരസിംഹാരഴിയുടെ ഷൂട്ട് കഴിഞ്ഞ് പടം റിലീസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഏതൊരു ഇനോഗ്രൽ ഫംഗ്ഷന് പോയതാണ്. അപ്പം ഈ വിജയവാഡെ പോകുന്ന വഴിക്ക് എവിടെയോ ഉള്ള ഒരു ഹോട്ടലാണ്, എനിക്ക് പേര് ഇപ്പോൾ ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു എന്റെ ലൈഫിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചത് അവിടെ നിന്നാണെന്ന് പറയാം. പിന്നെ അവർ നമുക്ക് തന്നൊരു വെൽക്കം ഉണ്ട്. നമ്മുടെ ആ പടത്തിന്റെ പാട്ടിട്ട് അവിടെയുള്ള എല്ലാ സ്റ്റാഫും ഒരുമിച്ച് നൃത്തം ചെയ്ത് ഭയങ്കര ഒരു വാം വെൽക്കം ആയിരുന്നു. നല്ല ടേസ്റ്റ് വരുന്നല്ലേ? ഓ, ഭീകര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് വീണ്ടും അവിടെ പോയി എവിടെയെങ്കിലും പോയി കഴിക്കണം എന്ന് പിന്നീട് പോയി കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളത് ആ ഒരു റെസ്റ്റോറന്റിലാണ്. ഇതുവരെ പിന്നെ അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. എനിക്ക് നമ്മുടെ അതിർത്തി വിട്ട് ചില ആൾക്കാരുടെ വലിയ ഭ്രമം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. തമിഴ്നാടൻ വിജയുടെ വലിയ വിജയുടെ ഫാനാണ്. ക്രഷാണോ? ക്രഷ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതും പറയാം, അങ്ങനെ പറയാം. നമ്മൾ അങ്ങനെയും വേണേ നിർവഹിച്ചു അതെ, അത് പ്രശ്നമില്ല. ഇത് എത്രാമത്തെ വയസ്സിലായി അസുഖം തുടങ്ങിയത്? ചെറുപ്പത്തില്. എനിക്ക് തമിഴ് അത്യാവശ്യം സംസാരിക്കാൻ അറിയാമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പടങ്ങൾ കണ്ടിട്ട് പഠിച്ചതാണ്. വിജയുടെ എല്ലാ പടങ്ങളും ഓൾമോസ്റ്റ്. ഇപ്പത്തെ പടങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പഴയ പടങ്ങളൊക്കെ എല്ലാം മലയാളി നടന്മാർക്ക് ഒരു വെല്ലുവിളിയാണല്ലോ. ഏതെങ്കിലും ഉദ്ഘാടനത്തിന് പോയിട്ട് റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ടോ? ഒരു തവണ ചെറുപ്പളശ്ശേരി ആണെന്ന് തോന്നുന്നു, അവിടെ പാലക്കാട്. അവിടെ നമ്മള് ഈവനിങ് ടൈം ആയിരുന്നു ഇനോഗ്രൽ ഫംഗ്ഷൻ. അതിന് ഭയങ്കര ക്രൗഡായിരുന്നു. എന്ന് വെച്ചാൽ ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്നേഹമുള്ള ക്രൗഡായിരുന്നു. അപ്പൊ നമുക്ക് ബൗൺസേഴ്സിനൊക്കെ നിയന്ത്രിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ സ്റ്റേജിൽ നിന്നും ഷോപ്പിലേക്ക് പോകാൻ പറ്റാതെയായി. കുറച്ച് ദൂരമേ ഉള്ളൂ, എനിക്ക് തോന്നുന്നു 500 മീറ്റർ ഒന്നുമില്ല, 200 മീറ്ററോ അങ്ങനെ എങ്ങാണ്ടേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പോകാൻ പറ്റാതെയായി, ഷോപ്പിന്റെ ഭാഗത്തേക്കേ പോകാൻ പറ്റാതെയായി. പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയില്ല. ഇല്ല, അത് കഴിഞ്ഞിട്ട് നമ്മള് വണ്ടി എടുത്ത് അവിടെ ടൗണൊക്കെ പോയി കറങ്ങി ഒരു 1 hour ഒക്കെ കഴിഞ്ഞ് ഒന്ന് തിരിച്ചു വന്ന് പിന്നെ ഇനോഗ്രേറ്റ് ചെയ്തത്. ഈ നമ്മുടെ തൊടുപുഴയിലെ അണിയുടെ വീട്ടിലെ ആ പുരയിടത്തില് എല്ലാ ഫലവൃക്ഷങ്ങളും സസ്യജാലങ്ങളും നട്ടു വളർത്തിയിട്ടുണ്ടെന്ന്. എന്താ കാര്യം എന്ന് അറിയത്തില്ല. അത് വീട് തന്നെ ഒരു കാട്ടിനകത്ത് ഇരിക്കുന്ന ഒരു ഫീലാണ്. പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, പറഞ്ഞതാ. ഇപ്പോഴേ ഇൻവൈറ്റ് ചെയ്യുന്നു. ഞാൻ ഒരു നമ്മുടെ ഒരു വാർത്താ പ്രക്ഷേപണത്തിന്റെ ഭാഗമായിട്ടാണ് വരാം. ഇത് ഹണി റോസിന്റെ വീടാണ് എന്ന് പറഞ്ഞിട്ട് വളരെ വികാരപരിതനായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. അല്ല, എന്താണ് ഒരു വീടിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ വീടിന്റെ പിന്നാമ്പുറത്തും ഇത്രയും വലിയൊരു കാട് ഫിറ്റ് ചെയ്യുന്നത്? ആരാധകരെ സഹിക്കാൻ വയ്യാതെ വരുമ്പോ കാട്ടിനകത്ത് കയറാന്നുള്ളതാണ്. അയ്യോ, അവിടെ ഒരു മനുഷ്യനും വരാറില്ല. ഇല്ല, നാട്ടിലുള്ള ഒരു അവസ്ഥ എങ്ങനെ? നാട്ടിൽ 5 പൈസക്ക് വിലയില്ല എന്ന് പറയുന്ന പോലെ. അതെ, അവിടൊക്കെ നമ്മുടെ സുരാജിന്റെ ഭാഷ ഉപയോഗിക്കേണ്ടി വരും. ഒരു വില താടി എന്ന് പറയേണ്ടി വരും. നമ്മളങ്ങനെ അവിടെ എല്ലാവർക്കും സ്നേഹമാണ്, സ്നേഹത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളങ്ങനെ എപ്പോഴും ആളുകളെ കാണാറില്ല. നമ്മളും വല്ലപ്പോഴും ഒക്കെ അവിടെ ചെല്ലാറുള്ളൂ. അല്ല, അണിയുടെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ഞാൻ, അച്ഛൻ, അമ്മ, പിന്നെ നമുക്കൊരു ബിസിനസ് ഉണ്ട്. അപ്പൊ അതിന് കുറെ സ്റ്റാഫ്. അത് ഒരു പറഞ്ഞില്ലല്ലോ അന്ന് വന്നപ്പോ. പറഞ്ഞില്ല. അയ്യോ, അതാണ് പറയേണ്ടത്. പിന്നെ അത് വലിയ പരസ്യമായേനെ. നമ്മള് 5 പൈസ ചിലവാക്കാതെ നമ്മള് ഓസിന് ആൾക്കാര് പരസ്യം പബ്ലിസിറ്റി. അതൊരു ബാത്ത് സ്ക്രബർ ആണ്, രാമച്ചം കൊണ്ടുണ്ട്. അത് പിന്നെ ഒരു സോഫ്റ്റ് ഒരു സോപ്പല്ല, ബാത്ത് സ്ക്രബർ. നമ്മള് സോപ്പിനൊപ്പം യൂസ് ചെയ്യാം. കുറച്ചൊരു സ്കിൻ ക്ലെൻസിങ്. വരത്തില്ലല്ലോ. എന്റെ തൊലിക്ക് ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് ഇത്രയും വർഷമായിട്ട് ആരെങ്കിലും നമ്മളിത് വലിയ കാര്യത്തിൽ എഴുന്നള്ളിച്ച് പറഞ്ഞിട്ട് പിന്നെ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാർ നേരെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കുറെ കാലമായിട്ട് ഗ്യാരണ്ടി. ഓക്കെ, എഗ്രീഡ്. അപ്പൊ നമ്മുടെ ഈ കാടിന്റെ കാര്യം വ്യക്തമായി പറഞ്ഞില്ല. അങ്ങനെ ഒരു കാട് ഉണ്ടാക്കാനുള്ള കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഫ്രൂട്ട്സ് മരങ്ങൾ പ്രത്യേകിച്ചും. അപ്പൊ നമുക്ക് നാട്ടിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളും പുറത്തുനിന്നൊക്കെ കൊണ്ടുവരുന്നതും ഒക്കെ ആയിട്ട് കുറെ ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. ഫ്രൂട്ട്സ് മരങ്ങൾ തന്നെയുണ്ട്. ഇപ്പൊ അണി നമ്മള് സ്ത്രീ പുരുഷ ഭേദമന്യേ ആളുകളെ ഈ തൊലി കൂടുതൽ വെളുക്കാനും ഒക്കെ തന്നെ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്ന കാലം. 1-2 മരുന്നിന്റെ പേരൊക്കെ ചില ആൾക്കാർ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, എടുക്കാൻ സാധ്യതയുള്ള. അപ്പൊ ഇങ്ങനെയുള്ള കൃത്രിമ മാർഗങ്ങളിലൂടെ ഈ നമ്മുടെ ലാവണ്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം വല്ലതും അണി റോസ് ജീവിതത്തിൽ നടത്തിയിട്ടുണ്ടോ? ചില ആൾക്കാർ ഇത് എടുത്തിട്ട് അവസാനം പുലിവാലി പിടിച്ച കഥ അറിയാമല്ലോ. നമുക്ക് ഡെഫിനറ്റ്ലി മിനുക്ക് പണികളൊക്കെ ചെയ്യുന്ന ആള് തന്നെയാണ് ഞാൻ. അതെ, അത് വെളുക്കാന്നുള്ളതല്ല, നമ്മള് സ്കിൻ ബെറ്റർ ആയിട്ടിരിക്കുക, നമ്മള് ഹെൽത്തി അങ്ങനെയൊന്നുമില്ല. കാശ് ആ രീതി വെളുത്തു പോകും ഡെഫിനറ്റ്ലി. കാരണം ഇതൊരു വളരെ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണല്ലോ ഇത്. അല്ല, ഇതിപ്പോ നമ്മള് ഡെർമറ്റോളജിസ്റ്റിനെയാണ് കാണുന്നതെങ്കിൽ അത് ഡോക്ടേഴ്സ് അവര് പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ മാത്രമേ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ആയാലും എടുക്കത്തുള്ളൂ.
അപ്പൊ ഇപ്പൊ നമ്മൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം മിനുക്കുമണികൾ ബിക്കോസ് ഈ ഫീൽഡിൽ ആയതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നമ്മൾ നമ്മളെ നന്നായിട്ട് പ്രസന്റ് ചെയ്യണം. അതെ അതെ അതെ. ഇനി വളരെ വ്യക്തിപരമായിട്ടൊരു ചോദ്യം, എന്ത് കാര്യമാണ് ഹണി റോസ് എന്ന് പറയുന്ന അഭിനേത്രി സന്തോഷിപ്പിക്കുന്നത്? മനസ്സമാധാനമാണ്. മനസ്സമാധാനം കിട്ടാറുണ്ടോ? ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങനെ മനസ്സമാധാനം? അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഇല്ല. പിന്നെ പൊതുജനങ്ങൾ വളരെ ഒരു ജനകീയ പ്രശ്നം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹണിയെ കുറിച്ച്. ശരി, ഹണി റോസ് എന്താ കല്യാണം കഴിക്കാത്ത? വലിയൊരു നാട്ടിലെ ഒരു പ്രശ്നം, നാട്ടിൽ എന്തല്ല മുല്ലപ്പെരിയാർ പോലെ ഒരു വലിയ പ്രശ്നമായിട്ടാണ് ജനങ്ങൾ അവതരിപ്പിക്കുന്നത്. മാത്രമല്ല അമ്മ കല്യാണത്തെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഹണി റോസിനോട് പറയാറുണ്ടെന്ന് ഒരു പിന്നാമ്പുറ അമ്മയ്ക്ക് ഒരു ആദി ഉണ്ട് ഉള്ളിൽ. ഏത് അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു ആദി, അത് അണിയുടെ അമ്മയ്ക്ക് ഉണ്ടാകും, സ്വാഭാവികം. ഞാൻ അമ്മയുടെ കൂടെ കേട്ടോ, ഐ ആം വിത്ത് യു. അപ്പോഴെല്ലാം ശണ്ട കൂടി പിരിയുന്നു. അത് പിന്നെ അതിങ്ങനെ കുറെ നാളുകളായിട്ട് ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. എനിക്കൊരു അമ്മയുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രായത്തിൽ തന്നെ ഹണി റോസിനെ കെട്ടിച്ച് ഒരാളുടെ കയ്യിലേൽപ്പിച്ചു കൊടുത്ത് അയാളുടെ ജീവിതം ലെവലാക്കണം എന്നുള്ളതായിരുന്നു. അയാളുടെ ജീവിതം ലെവലാക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാനതിന് പിടികൊടുക്കാത്തത് കൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ട്. അതൊരു മനുഷ്യനെ നശിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനമാണ് ഏകദേശം. അല്ലേ? ഹണി റോസിന്റെ ജീവിതത്തിലെ നായകനെ വിജയുടെ ഒരു ഛായ ഉണ്ടോ? അങ്ങനെ ആവട്ടെ. അങ്ങനെ അയാൾ നമ്മൾ ഹാപ്പി ആവും. അതുകൊണ്ട് ഹാപ്പി ആവില്ല കേട്ടോ. ഇല്ല, നല്ലൊരു മനുഷ്യനും കൂടെ ആവണം. അങ്ങനെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ കുട്ടിയേട്ട എന്തോ ചോദിക്കാൻ വന്നു. എന്തോ പറഞ്ഞ കുട്ടിയേട്ടാ. ഹണി റോസ്, ഏകദേശം 10 വർഷത്തിന് മുകളിലായി ഒരാൾ താങ്കളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് കുട്ടിയേട്ടൻ മനസ്സിലാക്കുന്നു. സ്ഥിരമായി താങ്കളുടെ മൊബൈലിലേക്ക് അദ്ദേഹത്തിന്റെ മെസ്സേജുകളും വരാറുണ്ട്, ശരിയല്ലേ? പാർട്ടി അങ്ങനെയുള്ള ആളുകളുണ്ട്. ഒരാളെന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളെന്നോ ഒക്കെ പറയാം നമുക്ക്. അല്ല, എന്നിട്ട് അയാളുടെ സന്ദേശങ്ങളുടെ സ്വഭാവം എങ്ങനെയാ? ഭയങ്കര ഡീസന്റ് ആയിട്ടുള്ള അതെ അതെ അതെ. ആൾക്കാരൊക്കെ ഉണ്ടല്ലേ നമ്മള്. അല്ല, ഈ എങ്ങനെയാ ഹണിയുടെ ഈ കാര്യത്തിൽ ഒരു സ്വഭാവം? ഒരുപാട് ഈ പേരറിയാത്ത കോളുകൾ, നമ്മൾ സേവ് ചെയ്തിട്ടില്ലാത്ത നമ്പറിൽ വരുന്ന കോളുകളൊക്കെ എടുക്കുവോ? ഒരിക്കലും ഇല്ല. നട്ടപ്പാതിരേക്ക് വരുന്ന നല്ല കോള് ഫോൺ മര്യാദക്ക് യൂസ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ഭയങ്കര പരാജയമാണ് ആ കാര്യത്തില്. എനിക്ക് ലോക പരാജയം. കാരണം എന്റെ ഫോൺ ഒരു ഡെയിലി എനിക്ക് ഒരു 5 കോളിൽ കൂടുതലൊന്നും, എനിക്ക് 5 കോളൊക്കെ എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ വരുന്നത് വളരെ കുറവാണ്. എടുക്കാറില്ല, വരാറില്ല. അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല എനിക്ക് എന്റെ ഫോണിൽ. ഏതെങ്കിലും ഒരു കോള് വരണേന്ന് ആഗ്രഹിച്ചതായിരുന്നു? ഏത് കോളാ? അങ്ങനെയൊന്നും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുമ്പോഴോ മറ്റേ ഇതിനകത്ത് ട്രോള് കാണിച്ചതുപോലെ അങ്ങനെയൊക്കെ ആണെങ്കിലോ. ഈ ഇടി സിനിമകളിലൊക്കെ അഭിനയിച്ചു തുടങ്ങിയതിന് ശേഷം ചില സന്ദർഭങ്ങളിലൊക്കെ ചില പരിക്കൊക്കെ പറ്റിയിരുന്നു. ചങ് സിനിമയുടെ സംഭവത്തിൽ ഗോവയിലെ ഷൂട്ടിങ്ങിന് പോയ സമയത്ത് പരിക്ക് പറ്റി, കാല് ഫ്രാക്ചറായി. അത് നമ്മുടെ ഷൂട്ട്, അതായത് സീൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കൊരു സോങ്ങിന്റെ ഷൂട്ട് കൂടി ബാലൻസ് ഉണ്ട്. അത് 2-3 ദിവസത്തിനുള്ളിൽ ഗോവയിൽ പോയി ഷൂട്ട് ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പം അന്ന് നമ്മളൊരു ബീച്ചിന്റെ സൈഡിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നല്ല രസമല്ലേ, ഷൂട്ട് പാക്കപ്പ് ആയി, നമുക്ക് സമയമുണ്ട്, ഹാപ്പിയാണ്, ഈവനിങ് ടൈമാണ്. അപ്പൊ നമ്മുടെ എന്റെ കൂടെ ഗോവ അല്ല, ഇത് കേരളത്തിലാണ്. ഗോവയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യാണ് നമ്മൾ. അപ്പം നമ്മുടെ കൂടെയുള്ള ആളുകളും എൻ്റെ ഒരു കസിൻ, ഒരു പെങ്കൊച്ചുണ്ട്, പുള്ളിക്കാരിയും ഞങ്ങളും ഒക്കെയാണ് ഒരുമിച്ചാണ് പോകുന്നത്. അപ്പം അവള് പറഞ്ഞു, ചേച്ചി നമുക്ക് ഈ സൂര്യൻ ഭയങ്കര രസമായിട്ട് ഈവനിങ് ടൈം രസമായിട്ട് നിൽക്കുന്നുണ്ട്, ഞാനിങ്ങനെ ചേച്ചിനെ എടുത്ത് ഇങ്ങനെ പൊക്കാം, അപ്പൊ ചേച്ചി ഇങ്ങനെ കാലിങ്ങനെ മേളോട്ട് പൊക്കി നിൽക്കുന്ന ഭയങ്കര രസമുള്ള പടം കിട്ടുമെന്ന് പറഞ്ഞു. ഇത് FB പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അതോ? FB ഇടാൻ വേണ്ടി. ചാക്കൊക്കെ ഇങ്ങനെ പൊക്കി എടുക്കില്ലേ, യോഗയുടെ ഒരു പോസാണ്. യോഗ ഒരു പോസാണ് സാധനം. അപ്പോ അങ്ങനെ എടുത്തു. ആദ്യം എടുത്തു, നല്ല ഭംഗിയുള്ള ഒരു പിക്ക് കിട്ടി. പക്ഷെ ഇച്ചിരി കൂടെ അതിന്റെ കാലിങ്ങനെ നല്ല സ്ട്രെയിറ്റ് വെച്ചാൽ ഒരു പെർഫെക്ഷൻ കൂടുന്നു പറഞ്ഞ് ഒന്നും കൂടി നിർത്തി. അപ്പൊ കാലിങ്ങനെ ഉയർത്തി അവളിങ്ങനെ ഈ ചാക്കേട്ടൊക്കെ എടുത്ത് വെച്ചേക്കുന്ന പോലെ ഇങ്ങനെ വെച്ചേക്കാം. അവളിങ്ങനെ കുനിഞ്ഞു പോയി വെയിറ്റ് കാരണം. ഞാൻ ഉൾട്ട അടിച്ചു വന്ന് കാല് നിലത്ത് അടിച്ച് ഫ്രാക്ചറായി, ഭയങ്കര നീര്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 2 വീക്സ് ഷൂട്ട് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പൊ ഇവര് ചോദിച്ചു എന്ത് പറ്റി. അതുവരെയും ഒരു കുഴപ്പമില്ലാതെ ഹെൽത്തി ആയിട്ട് നിന്ന ആളാ. പെട്ടെന്ന് എന്തായി, അപ്പൊ വണ്ടിയെ കയറുന്ന സമയത്ത് പെട്ടെന്ന് ചീത്ത കേൾക്കും, വീട്ടിലും പറയാൻ പറ്റത്തില്ല. അപ്പൊ വണ്ടിയെ കയറുന്ന സമയത്ത് ചെറുതായിട്ട് വണ്ടിയെ കയറുന്ന സമയത്ത് പറ്റിയതാണ്. ഇങ്ങനെ പെട്ടെന്ന് കാലിങ്ങനെ ഉളുക്കി വീണു പോയി, അങ്ങനെ വന്നാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് അവർ. എന്നാലും ഇങ്ങനെ കിളി ചോദിച്ചത് എന്താണ്, ഇങ്ങനെ വരുമോ, ഇങ്ങനെയൊക്കെ പറ്റുമോന്ന്. പിന്നെ ആ സോങ് ഇപ്പോഴും നോക്കുമ്പോ നമുക്കറിയാം താങ്ങാൻ പറ്റാത്ത വെയിറ്റ് ആയോ. അല്ല, എടുത്ത ആള് കുറച്ച് കുട്ടികളി കൂടുതലുള്ള ആളായിരുന്നു. അത്രയൊന്നുമില്ല, വെയിറ്റ് താങ്ങാൻ പറ്റിയില്ലെന്ന് പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചത്. അത്രയും ഇല്ല, അവൾ അത്ര സീരിയസ്നെസ് കൊടുത്തില്ല അതിന്. അവക്ക് താങ്ങാൻ പറ്റുന്ന വെയിറ്റ് ആണോ അവള് നോക്കിയില്ല. അപ്പൊ ഞാനും ഇപ്പോഴായിരിക്കും അറിയുന്നത്. പ്രശ്നം ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ ഈ കാര്യം. ഒമർ ലുലു
യു ഷുഡ് ക്രിയേറ്റ് പക്ഷെ ആ സോങ് കാണുമ്പോൾ അറിയാം ഇപ്പോഴും കടൽ തീരത്തോടെ ഓടുന്നതൊക്കെ ചട്ടി ഓടുന്നത്. ഈ മാത്രമല്ല ചില ആളുകളുണ്ട് പെട്ടെന്ന് ഈ വഴുതി വീഴുന്നവരുണ്ട്. അമ്മ ഷോയ്ക്കിടയിൽ വഴുതി വീണൊരു പ്രശ്നം. എനിക്ക് അത് ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് വീഴും. എനിക്ക് ചെരുപ്പ് ഇടാണ്ട് നല്ല പ്രോപ്പർ ചെരുപ്പ് അല്ലെങ്കിൽ ഞാൻ തെന്നി വീഴും. അത് വെള്ളം വീണ് കിടക്കായിരുന്നു സ്റ്റേജില്. അല്ലല്ല മഴയായിരുന്നു, നമുക്കൊന്നും ചെയ്യാനില്ല. ചേട്ടന്മാരിടക്കില്ല. ഇല്ല. അപ്പൊ ഞാനൊരു ബൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഓടി വരാണ് അറ്റത്ത്. അപ്പൊ ലാൽ സാറും മറ്റേ ആക്ടേഴ്സും കൂടി ഇങ്ങനെ സെന്റർ സ്റ്റേജിൽ നിന്ന് കളിച്ചോണ്ടിരിക്കുക. അവിടത്തേക്ക് വന്ന് ജോയിൻ ചെയ്യേണ്ടതാ. ഇവിടുന്ന് ആ സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് വീണിട്ട് തെന്നി വന്ന് അദ്ദേഹത്തിന്റെ കാലിൽ ഇങ്ങനെ തട്ടി അദ്ദേഹത്തെയും താഴെ വീഴ്ചു. ആണോ? അതൊരു ചരിത്രമാണ്. കണ്ടില്ല, കാരണം ഞാനിങ്ങനെ നിലത്തോടെ വന്നത് കൊണ്ട് ആരും കണ്ടില്ല. ഈ ലൈഫില് എവിടെ പോകണമെന്നായിരുന്നു ആദ്യം ആഗ്രഹിച്ചിരുന്നത്? നമ്മൾ ചില ലക്ഷ്യങ്ങളൊക്കെ വെക്കുമല്ലോ. അപ്പൊ എനിക്ക് ഇന്നതാവണം. പഠിക്കുന്ന കാലത്തൊക്കെ പഠിച്ചൊക്കെ എവിടെയായിരുന്നു? മൂലമറ്റം എന്നാണ് സ്ഥലത്തിന്റെ പേര്. അവിടുത്തെ SHEMHS സ്കൂളിലായിരുന്നു. 9th കംപ്ലീറ്റ് ചെയ്തത് അവിടെയാണ്. 10th ജോയിൻ ചെയ്യുന്ന സമയത്താണ് മൂവിയിലേക്ക് വരുന്നത്. ഹണി റോസ് വർഗീസ് ആയിരുന്നു അന്ന്. അതെ, വർഗീസ് ഫാദറാണ്, മനസ്സിലായി. അപ്പൊ അത് ഇപ്പൊ ഹണി റോസ് എന്ന് ചുരുക്കിയോ അത് ഹണി എന്ന് ചുരുക്കിയോ? ഇപ്പൊ ആളുകൾ ഹണി റോസ് എന്നാണ് വിളിക്കുന്നത്. ഹണി റോസ് വർഗീസേ എന്ന് വിളിക്കാൻ ഇത്തിരി വിളിച്ചാൽ കൊള്ളാം, ഫാദർ എന്താ ചെയ്യുന്നേ? അച്ഛൻ ബിസിനസ്. നമ്മുടെ രാമച്ചോക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ രാമച്ചതിന്റെ ഒരു പടം ഉണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇതല്ലേ ഇത്? എത്രാമത്തെ? 9ാം ക്ലാസ്സിലാണോ? ഇത് സിനിമ വന്നു കഴിഞ്ഞിട്ട് ഉള്ളൊരു പിക്കാണ്. ആ ഒരു സമയത്തുള്ള ഇതും തമ്മിൽ ഒരു ബന്ധമില്ല. അപ്പൊ ഒരു 15 വയസ്സാണ്, അതിനുള്ള വ്യത്യാസം വരും. എനിക്കൊന്ന് പഠിക്കുന്ന കാലത്തും അണിക്ക് അങ്ങനെ ഈ പഠിക്കാൻ പോയിട്ട് വലിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ലായിരുന്നു. അല്ല, മടിച്ചല്ലായിരുന്നു. ഓക്കെ, സ്കൂളിലൊക്കെ കൃത്യമായിട്ട് പോകാതിരിക്കാന്നുള്ളതായിരുന്നല്ലോ അതായിരുന്നു ലക്ഷ്യം. ബാക്ക് ബെഞ്ചർ ആയിരുന്നോ? ബാക്കിലാണ് ഇരിക്കുക, എവിടെ ഇരുത്തിയാലും ഇരിക്കും. പുറത്തു പോകുന്ന ഗ്രൂപ്പായിരുന്നോ? അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഭയങ്കര സൽസ്വഭാവിയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പൊ ടീച്ചേഴ്സിന്റെ വിചാരം, അവരെ ആദ്യം കാണുമ്പോൾ ഞാൻ ഈ അഭിനയിക്കുന്ന കാര്യത്തിലൊക്കെ ഇങ്ങനെ ഭയങ്കര ശ്രദ്ധിച്ചിരിക്കുന്ന രീതിയിൽ ഇവർ പറയുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കും ക്ലാസ്സിൽ. അപ്പൊ അവര് വിചാരിക്കും ഭയങ്കര ബുദ്ധിജീവിയാണ് ഈ കുട്ടിക്ക്, 100 എന്നൊക്കെ വിചാരിക്കും. മാർക്ക് വരുമ്പം എന്റെ അടുത്ത് ഒരു ടീച്ചർ പറഞ്ഞു ഓർക്കുന്നുണ്ട്, തന്നെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചതെന്ന്. ഭയങ്കര പഠിപ്പിയായിരിക്കും. 8ാം ക്ലാസ് പഠിക്കുമ്പോൾ അമ്മയോടൊന്ന് വഴക്ക് കേട്ടിട്ട് ഒരു പെട്ടിയെടുത്ത് ഹോസ്റ്റലിലോട്ട് പോകുന്ന ഭീഷണി റോഡിൽ ഇറങ്ങിയിരുന്നില്ല കുറച്ചു നേരം. വണ്ടി വന്ന് ഇടിക്കുന്നു വീണ്ടും തിരിച്ചു കയറി വീട്ടിലോട്ട് പോകുന്നില്ലേ? ഇല്ല, അത്രയൊക്കെ ഉണ്ടോ? ഉണ്ടായെന്ന് പറഞ്ഞു. നമ്മളിതൊക്കെ അന്വേഷിച്ചു. തൊടുപുഴയിലും മൂലവറ്റത്തും പരിസര പ്രദേശങ്ങളിലൊക്കെ അന്വേഷിച്ചപ്പം മാത്രമല്ല മൂലവറ്റം പവർ ഹൗസ് ഇല്ലേ, അപ്പൊ ആ പവർ ഹൗസിന്റെ ഒരു ശക്തിയിൽ ഞങ്ങൾ അന്വേഷണം. പവർ ഹൗസ് ഞാൻ ചെറുപ്പത്തിൽ പോയിട്ടുണ്ട്, ഭയങ്കര രസമാണ്. ഇപ്പൊ അത് ആളുകളെ അലോ ചെയ്യില്ല അതിന്റെ ഉള്ളിലേക്ക്. നമ്മള് ഒരു കേവ് ആണ്, പാറയ്ക്കുള്ളിൽ ഇങ്ങനെ തുരന്നുണ്ടാക്കിയേക്കുന്നതാണ്. വേറൊരു ലോകത്ത് ചെല്ലുന്ന ഒരു ഫീലാണ്. ഒന്നോ രണ്ടോ തവണ പോയിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്തൊക്കെ പെർമിഷൻ ഉണ്ടായിരുന്നു, ആളുകൾക്കൊക്കെ പോയി കാണാറുണ്ട്. ഇപ്പോഴും ഒരു നഗരജീവിയായോ നാട്ടിൻപുറത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുമോ? എനിക്ക് എവിടെയായാലും വലിയ പ്രശ്നമൊന്നുമില്ല, കംഫർട്ടാണ്. കാരണം നാട്ടിൻപുറത്ത് നമ്മളൊക്കെ എപ്പോഴും കൂടുതലും വർക്ക് കൊച്ചി റിലേറ്റഡ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് ഈ ട്രാവൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, 2-2.5 മണിക്കൂർ പോയിട്ട് വരിക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ആലുവ ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, ഇപ്പം മറൈനിലെ ഒരു ഫ്ലാറ്റ് എടുത്തു. അപ്പം അവിടെയും ഇവിടെയും പിന്നെ സമയം കിട്ടുമ്പം തൊടുപുഴ, അങ്ങനെ. സിനിമയിൽ ആകസ്മികമായിട്ട് വന്നാണോ? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂളിൽ ഒരു ഡ്രാമ ചെയ്തിരുന്നു. അത് ഞാനൊരു റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് ചെയ്തത്. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ അതിനു മുമ്പ് ഈ അഭിനയിക്കുന്ന ഒരു സാധനത്തിന്റെ ഭാഗത്തേക്കേ പോയിട്ടില്ല. പക്ഷെ അത് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടത് കൊണ്ട് ചെയ്തതാണ്. പക്ഷെ അതിലൊരു ഡയലോഗും കണ്ടേ ഉള്ളൂ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്നുള്ള ഒരു സാധനം മാത്രമേ ഉള്ളൂ. അതെ അതെ അതെ. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളങ്ങ് പോവാണ്. പിന്നെ അവിടെ നമുക്ക് സ്പേസ് ഇല്ല. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഭയങ്കര ഒരു പ്രത്യേക ഒരു സുഖം തോന്നി, കൊള്ളാലോ ഇത് എന്നുള്ളൊരു സാധനം. മേ ബി അത് തൊട്ടായിരിക്കാം നമുക്ക് ആ ഒരു ഉള്ളിൽ എന്തോ ഒരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയത്. അല്ല, ഈ ഒരു ഇതുപോലെ ടീച്ചർ ചോദിച്ചില്ലേ, ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ലെന്ന് പറഞ്ഞല്ലേ? കാരണം ഒരു പഠിപ്പിസ്റ്റായിട്ട് ഉയരുന്നില്ല, പക്ഷെ അതേസമയം വലിയൊരു സ്ക്രീനിലേക്ക് നമ്മൾ കയറിപ്പോയി, അതും തെന്നിന്ത്യൻ ലാംഗ്വേജിൽ, തെന്നിന്ത്യൻ ഭാഷകളിൽ ആവേശഭരിതയാക്കിക്കൊണ്ട്. എനിക്കൊന്ന് വിനയനായിരുന്നല്ലോ ആദ്യത്തെ. വിനയൻ സാറിന്റെ മൂവിയായിരുന്നു, ബോയ് ഫ്രണ്ടിലൂടെയാണ്. അതിനകത്ത് 2 നായികമാരുണ്ടായിരുന്നു. ഈ നായിക എവിടുന്ന് ഓടിച്ചിട്ട് പിടിച്ചാ? പുള്ളിക്കാരി തെലുങ്കിൽ നിന്ന് വന്ന. അല്ല, ഈ നായിക. എന്നെയോ? ശരി.
എന്നെ വിനീത് സാറിന്റെ മീരയുടെ ദുഃഖം എന്നൊക്കെ പറഞ്ഞ മൂവി ഈ തൊടുപുഴ മൂലമറ്റം ആ ഒരു സ്ഥലങ്ങളിലാണ് ഷൂട്ട്. അവിടെ ഒത്തിരി സിനിമകൾ വരുന്നുണ്ട്. അതിന് മുമ്പും വന്നിട്ടുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഒരു ലക്കി ലൊക്കേഷൻ എന്നറിയപ്പെടുന്ന സ്ഥലമാണത്. അവിടെ ആ ലൊക്കേഷനിൽ മേ ബി ഈ മൂവിയുടെ ആരെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചേട്ടനായിരിക്കും. ആരാണ് എന്ത് പൊസിഷനാണെന്ന് എനിക്കിപ്പോ അറിയില്ല. അദ്ദേഹം ഇങ്ങനെ കണ്ടിട്ട് പറഞ്ഞു, നമുക്ക് സാറിനെ മീറ്റ് ചെയ്യാം, കാണാൻ കുഴപ്പമില്ല, വേണമെങ്കിൽ സിനിമയിൽ നോക്കാം, എന്തെങ്കിലും അവസരം ഉണ്ടോ നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ നാട്ടിൻപുറമല്ലേ, അങ്ങനെ ഒരു ചെറിയ കാര്യം വന്നു കഴിഞ്ഞാൽ അത് വലിയ ജയലളിതനെ സിനിമയിൽ എടുത്തു എന്നൊക്കെ പറയുന്ന പോലെ വലിയ വാർത്തയാവും. അങ്ങനെ അദ്ദേഹത്തെ മീറ്റ് ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു 7th ഒക്കെ അല്ലേ, കുറച്ചുകൂടെ വലുതാവട്ടെ, അപ്പൊ ഒരു നായിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അന്നേ നായികയാണ്. അതെ. അപ്പൊ ഒരു അത്രേ ഉള്ളൂ, +2 ഒക്കെ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 10th കയറുന്ന സമയത്താണ് ഇങ്ങനെ ഈ ബോയ് ഫ്രണ്ടിന്റെ എന്തോ ഡിസ്കഷനോ കാര്യങ്ങളോ ഒക്കെ വന്നപ്പോൾ ഫോട്ടോസ് സെൻഡ് ചെയ്ത് കൊടുത്ത് അദ്ദേഹം വിളിച്ച് ഓഡീഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ പടത്തിലേക്ക് സെലക്ട് ചെയ്തു. ഓക്കെ, അവിടെ നിന്നാണ് നമ്മുടെ ടേക്ക് ഓഫ് അല്ലേ? എനിക്കൊന്ന് പക്ഷേ ഈ ട്രിവാൻഡ്രം ലോഡ്ജ് ആയിരുന്നു എനിക്കൊന്ന് ഒരു വലിയൊരു ബ്രേക്ക് ആയിട്ട് മാറിയതില്ല. അതിനകത്ത് ഒരു ക്യാരക്ടറിന്റെ പേര് ഒരു പ്രത്യേക വി കെ പ്രകാശിന്റെ പടമായിരുന്നല്ലോ അതല്ലേ? അപ്പൊ ആ പടത്തിൽ ഈ ധ്വനിയായിട്ട് അഭിനയിച്ചതിന് ശേഷം പേര് പോലും താങ്കൾ മാറ്റിക്കളഞ്ഞു, ധ്വനിയാക്കി എന്ന് പറഞ്ഞു. കുറെ കാലം താങ്കൾക്ക് പലതും സീസൺ ആയതുകൊണ്ട് ഈ പേരും ധ്വനി എന്ന് വിളിച്ചു. പിന്നെ ആള് അണി റോസ് വിളിക്കാൻ തുടങ്ങിക്കൊണ്ട് വീണ്ടും ബാക്ക് ടു ഉൾട്ട അടിച്ചിങ്ങ് പോകുന്നു എന്ന് പറഞ്ഞു. എനിക്ക് പക്ഷെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്രയോ വർഷമായിട്ട് ഹണി റോസ് എന്നുള്ള പേര് കേട്ട് വിളിക്കുന്നേന്നുള്ള അങ്ങനെ നമ്മൾ. പിന്നെ എനിക്ക് തോന്നുന്നു ധ്വനി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഖനം ഗാംഭീര്യമുള്ള ഒരു നമുക്ക് താങ്ങത്തില്ല. എനിക്കപ്പോ പക്ഷേ ഈ കന്നഡക്കാര് ഇട്ട പേരും കൊള്ളാം, ഹംസിനി. ഇവിടെ പേര് ഭയങ്കര രസമാണ്, നല്ല പേരാണ് ഹംസിനി. അതെ, അത് ആ കൂടെ ഒരു ചേലുണ്ട് കേട്ടോ, ഭംഗിയുണ്ട്. എല്ലാ പേരുകളും നല്ലതാണ്, പക്ഷെ ഹണി റോസ് തന്നെ മതി. നമ്മുടെ ബാഗിൽ എത്ര സിനിമയുണ്ട് എല്ലാം കൂടെ? 30-ന് മേളിലുണ്ട്. 30-ന് മേളിലുണ്ട്. സിനിമയെ വളരെ സീരിയസ് ആയിട്ട് തന്നെ സമീപിച്ച് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു 20 വർഷം ആകാൻ പോകുന്നു. 20 years ആയോ? 20 years പറയില്ല കേട്ടോ. എനിക്ക് 2025 ഹണി റോസ്, താങ്കൾക്ക് നന്നായി ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. കൂടാതെ താങ്കൾക്ക് പ്രത്യേകതരം ഒരു ഹൽവ ഉണ്ടാക്കാൻ അറിയാം, അതും ചക്ക വെച്ച്. അതിന്റെ റെസിപ്പി ഒന്ന് പറയൂ. എന്റെ ദൈവമേ, ചക്ക ഹൽവ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇനി ഒരു റെസിപ്പി പരിചയപ്പെടുത്തുകയാണ്. ചക്ക ഹൽവ അവതരിപ്പിക്കുന്ന ഹണി റോസ്. അതെ, കുക്കറി ഷോ ചെറുതായിട്ട് മാറ്റി ഒരു കൂടി. ഓക്കെ, അപ്പം ചക്ക ഹൽവ, നല്ല ചക്കപ്പഴം, വരിക്ക ചക്കപ്പഴം. ആദ്യം ഒരു ചക്ക എടുക്കണം. ഒരു ചക്ക എടുത്തിട്ട് നമ്മൾ അതിനെ വെട്ടി പീസാക്കി അതിന്റെ ചുളയെടുത്ത് കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി മിക്സിയിലിട്ട് ഈ തേങ്ങാപ്പാലും ചേർത്ത് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് നമ്മളൊരു പാനിലേക്ക് ഇട്ട് അത് ഇളക്കണം, നന്നായിട്ട് ഇളക്കി. അതിന്റെ സമയത്ത് നെയ്യ് വേണം. കുറച്ചൊന്ന് ഒരു വെള്ളം ഈ തേങ്ങാപ്പാൽ ഒഴിച്ചേക്കുന്നതുകൊണ്ട് തന്നെ അതിങ്ങനെ ബ്ലൂ ബ്ലൂ ബ്ലൂന്ന് വരും. അതൊന്ന് പറ്റി വരണം. അതിന് കുറച്ച് നല്ല സമയം എടുക്കുന്ന പ്രോസസ്സാണ്. ചക്കപ്പഴത്തിന്റെ മധുരം നോക്കിയിട്ട് ശർക്കര ഇട്ടാൽ മതി. ഒരു ചെറുതായിട്ട് ഇടേണ്ടി വരും എന്തായാലും. പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യിൽ ഇങ്ങനെ വരണ്ട് അവസാനം നമ്മൾ ഒഴിച്ച നെയ്യും ഈ തേങ്ങാപ്പാലിന്റെ എണ്ണയും ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും. അതാണ് അതിന്റെ പരുവം. ഞാൻ അമ്മയുടെ ഭാഗത്തുനിന്ന് ചോദിക്കുക, അതായത് കല്യാണം കഴിപ്പിക്കണമെന്ന് അമ്മയ്ക്ക് തീവ്രമായ ആഗ്രഹമുണ്ട്. എത്രയും പെട്ടെന്ന് ഒരാളിന്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ച് വിട്ട് വേണം അമ്മയ്ക്ക് സായുജ്യം അടയാൻ. ഒരു പ്രായമാണെന്നുള്ളതിൽ അമ്മയുടെ ന്യായമായ ഒരു ആഗ്രഹമാണത്. അപ്പോൾ അതിന് കുറുകെ കയറി നിന്ന് അമ്മയോട് ശണ്ട പിടിക്കുന്ന നമ്മുടെ ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ട് എന്ന് കക്ഷികൾ പറയുന്നതനുസരിച്ച് തദ്വാര ഞാനൊരു കാര്യം ചോദിക്കാം. എന്നുവെച്ചാൽ അതുവഴി ഒരു കാര്യം ചോദിക്കാം. ഈ സിനിമയിലുള്ള ചാൻസ് വിവാഹിതയായി കഴിഞ്ഞാൽ ഇല്ലാതാകും എന്ന ഭയമാണോ കുട്ടിയെ പീഡിപ്പിക്കുന്നത്? സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് തന്നെ വിവാഹിതരായി നല്ല രീതിയിൽ ജീവിക്കുന്ന പട്ടം പോകുന്ന പേടിയുണ്ട്? ഇല്ല, അങ്ങനെ എനിക്കതിന് പ്രത്യേകിച്ച് ഒരു പട്ടവും ഇല്ല. ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന പട്ടം മാത്രമേ എനിക്കുള്ളൂ. സാറ് പറഞ്ഞൊരു വേർഡ് അതിൻ്റെ ഇടയ്ക്ക് സാറ് പറഞ്ഞത് എങ്ങനെയെങ്കിലും ഒരാളുടെ കൈ പിടിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. അങ്ങനെ ആവരുത് വിവാഹത്തിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതെ, അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്ന അതെ അവരങ്ങനെ ചിന്തിക്കും. അത് പക്ഷെ അതല്ലല്ലോ. നമുക്ക് സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും എന്തായാലും നമ്മൾ ഒരു ദിവസം അങ്ങനെ ഒരാളൊക്കെ ഈ ഭൂമിയിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഭയങ്കര നല്ലൊരു മനുഷ്യൻ എന്നല്ല പറയുന്നത്. നമ്മളൊരു 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാവൂലോ, അതില് സൽസ്വഭാവിയായി അങ്ങനെയല്ല അതിന്റെ അർത്ഥം. നമുക്കൊരു തോന്നൽ വരും ഇയാളുടെ കൂടെ എന്റെ ലൈഫ് എനിക്ക് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്.
അയാളൊരു ഭയങ്കര ഈ ഒരു സെയിന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാവണം. ഇവിടെ ഒരാളെ പിറവി എടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ പറയാൻ പറ്റുന്നത്. നമ്മുടെ വഴിയാത്രക്കിടയിലോ നമ്മുടെ സിനിമാ ലൊക്കേഷനിലെ യാത്രക്കിടയിലോ അല്ലെങ്കിൽ നമ്മൾ ഇനാഗുറേഷൻ പരമ്പരയ്ക്ക് അയാൾ ഇങ്ങനെ ഫ്രെയിമിലേക്ക് വന്നിട്ടില്ല, ചിലപ്പോ വന്ന് അയാൾ എവിടെയോ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ അല്ലെ തലയിലെഴുത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി. അയ്യോ എന്റെ കൂടെ ഉള്ള ഒരു കമ്പനി ഭയങ്കര രസമായിരിക്കും. 10 കൊല്ലമായിട്ട് മെസ്സേജ് അയച്ച് കൈ കഴിച്ച മനുഷ്യനുണ്ടല്ലോ, അയാളെ പരിഗണിക്കുന്നുണ്ടോ? അല്ല, ഇത് ആരാണെന്നുള്ള ഞാൻ ആലോചിക്കുന്നത്. മാത്രമല്ല, നിരാശപ്പെടാത്ത ഒരാളെ ഒരു ഊർജ്ജസ്വലനായി ഇപ്പോഴും അദ്ദേഹത്തിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മണ്യേ വാദികാരസ്ഥേ മാ ഫലേഷു കഥാചന. ഒരു ലക്ഷ്യമില്ലാതെ അദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അല്ല, പക്ഷെ അയാള് വെളിപ്പെടുത്തിയിട്ടില്ലേ ആളാരെന്ന്? അയ്യോ, അങ്ങനെയാണെങ്കിൽ ചിലപ്പം ഈ വട്ടളക്കാൻ വേണ്ടി ആയാലും ചെയ്യുന്നതായിരിക്കും. അതൊരു ആളുണ്ട്. അപ്പൊ നമുക്ക് ഇന്നിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ ഒരു കോടിയെ കുറിച്ച് ആലോചിച്ചില്ലായിരുന്നു. അപ്പൊ അത് വേണ്ടേ? പിന്നെ അതാണ് ഞാനും വിചാരിച്ചത്. ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കുട്ടേട്ടൻ എന്തോ ഒരു കിസ്മത്ത് പണിയോട് ചോദിക്കുന്നുണ്ട്. പറയൂ. ഹണി റോസ്, എന്തോ താങ്കൾക്ക് 3 വീടുകളുണ്ട്. ഈ 3 വീടുകളിലും നിറയെ വസ്ത്രങ്ങളാണ് എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. ജയലളിതയുടെ പണ്ടാകാലത്തിലുള്ളതുപോലെ അത്രയും കൂടി വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. വസ്ത്രങ്ങളുണ്ട്, അത്രയുണ്ടോന്ന് അറിയില്ല. അത്രയൊന്നും വരാൻ വഴിയില്ല. ഇത്രയും കൂടുതൽ വരുന്നത് ഇനോഗ്രേഷന്റെ. അതെ, അത് കൂടുതൽ നമ്മള് കേർട്ടസി അങ്ങനെ ഒത്തിരി എടുക്കാറില്ല, വളരെ കുറവാണ്. അപ്പൊ നമ്മൾ വാങ്ങിക്കുന്ന വസ്ത്രങ്ങൾ തന്നെയാണ്. കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാണോ? കാശ് കൊടുത്ത്. എന്റെ അമ്മോ, അതൊരു പുതിയ അറിവാണല്ലോ എനിക്ക്. കാരണം എന്താ, ഇത് ഇനാഗുറേഷൻ ഒക്കെ അവർ കുറച്ച് വെറുതെ തരുമല്ലോ. ചുരിദാർ ഇരിക്കട്ടെ, അതൊക്കെ വെറുതെയാണ്. ഞാൻ ഇത്രയും നാളെ ചെയ്തിട്ടും അങ്ങനെ വെറുതെ ഒരു സാധനം നമുക്ക് തരത്തില്ല. അതെന്താ, കാശ് കൂട്ടി ചോദിക്കുന്നു. ഒരുപാട് കാശ് കയറി ചോദിച്ചാൽ പിന്നെ അവരിതൊക്കെ തരൂ. അവരോട് ചോദിക്കേണ്ടത് കുറച്ച് കാശ് നിന്ന് ബാക്കിയുള്ള വസ്ത്രങ്ങൾ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഒരുപാട് ടെക്സ്റ്റൈൽസ് ഉദ്ഘാടനം ചെയ്തിട്ടില്ലേ? ഉണ്ട് പിന്നെ. പക്ഷെ നമ്മൾ അത് വെറുതെ പറയുന്ന കേട്ടോ. അതൊരു ആളുകൾ വിചാരിക്കും സ്വർണ്ണക്കടയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സ്വർണ്ണം കൊണ്ട് അവര് അങ്ങനെ അതൊക്കെ ഒരു 5 പൈസ കിട്ടത്തില്ല. അല്ല, പൈസ അല്ല, സ്വർണ്ണം കിട്ടത്തില്ല. പൈസ കിട്ടും, പക്ഷേ സ്വർണ്ണം കിട്ടുന്നില്ല. പക്ഷെ നമ്മളവിടെ ചെന്നിട്ട് വലിയ മാലയിലൊക്കെ, ഡയമണ്ട് മാലയിലൊക്കെ കണ്ണു വയ്ക്കൂ? ഇല്ലല്ലേ? ഒരിക്കലും. എനിക്ക് ആഭരണങ്ങളോട് അങ്ങനെ ഒരു വലിയ താല്പര്യം. അപ്പൊ നമുക്ക് ഇനി ചോദ്യത്തിലേക്ക് പോലോ. നമുക്ക് 1 കോടി രൂപ വേണ്ടേ? 3 ഹെൽപ്പ് ലൈൻ ഉണ്ട്. ഒരു ഹെൽപ്പ് ലൈൻ നമ്മുടെ കുട്ടേട്ടനാണ്. ഒരു ഹെൽപ്പ് ലൈൻ നമുക്ക് രസലയ കുമാർ ഒരാളുണ്ട്. രസമുണ്ട്, ലയമുണ്ട്, കുമാരനുമാണ്. പുള്ളി വരും. അത് കഴിഞ്ഞ് PC രാജു. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം PSC പരീക്ഷ തോറ്റ ആളാണ്. അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയാണ്. PC രാജു ടെലഫോണിൽ വരും. അപ്പോൾ 3 പ്രതിസന്ധി കിടക്കാൻ 3 ആളുകൾ നമ്മുടെ ഗൈഡായിട്ട് വരും. അപ്പോൾ റെഡി? പ്രിപ്പയർ ഫോർ എ കോമ്പറ്റീഷൻ. ഓക്കെ, എ റിയൽ ക്വിസിംഗ് സ്റ്റാർട്ട്സ്. ഓക്കെ, ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. 10,000 രൂപയുടെ ചോദ്യമാണ്. ₹10,000. എത്ര വേനലിലും വെള്ളം ഐസ് ആകുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷനേ ഇല്ല. ഐസ്ലാൻഡ്. കുറച്ചുകൂടെ ഒന്നുകൂടെ ആലോചിക്കൂ. ഒന്നും കൂടെ. ഒരു കുസൃതി ചോദ്യമോ ഇത്? കുസൃതി ചോദ്യമോ? യാഥാർത്ഥ്യം വെച്ച് ആലോചിച്ചോളൂ. ഇത് വേനൽക്കാലത്ത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. ഫ്രിഡ്ജ്. ഫ്രിഡ്ജിലെ ഫ്രീസറാണ്. അപ്പൊ 10,000 രൂപ കിട്ടി. എന്റെ അമ്പാനെ ഇതായിരുന്നു നമ്മൾ കുറച്ച് ബുദ്ധിപരമായിട്ട് ആലോചിച്ചു. കുറച്ച് ബുദ്ധി കൂടുതലാണല്ലോ അല്ലേ? എന്താ പറയാ, പാവങ്ങൾക്ക് ഇത്രയും ബുദ്ധി വരാൻ പാടില്ല. ചോദ്യത്തിന്റെ നിലവാരം മനസ്സിലായത്. ഓക്കെ, റെഡി. അടുത്ത ഇനി 20,000 രൂപയുടെ ചോദ്യം. 20,000. ഒരു ഓഡിയോ കേൾപ്പിച്ചിട്ട്. പാട്ടുകാരിയാണോ? അല്ല. പാടത്തില്ല? പാടാവോ? അപ്പൊ നമുക്കൊരു സംഭവം കേൾപ്പിക്കാം. പ്ലേ. ഒരു ഗാനത്തിന്റെ പല്ലവിക്ക് ശേഷമുള്ള പശ്ചാത്തല സംഗീതം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് നമ്മൾ കേട്ടത്. ഈ ഗാനത്തിന്റെ അനുപല്ലവി ഏതാണ്? പല്ലവി അത് പല്ലവിയല്ലേ? റംസാൻ നിലാവത്ത് പല്ലവിയാ. നമ്മൾ അനുപല്ലവിയെ ചോദിച്ചു. ഞാൻ പെട്ട് അണി അഭിനയിച്ച സിനിമയാണ്. ഒന്ന് പാടി നോക്കിയാൽ ചിലപ്പോ കിട്ടും. പറഞ്ഞാലും മതി. പാട്ട് പറയുന്ന ആദ്യത്തെ നായിക. റംസാൻ നിലാവത്ത പെണ്ണല്ലേ, രംഗീല പെണ്ണല്ലേ. പിന്നെ എനിക്ക് കിട്ടുന്നില്ല. കണ്ടിട്ടും അങ്ങനെ അതാണോ അതിൽ? അതെ അതെ അതെ. പക്ഷെ ഫുൾ ലൈൻ ഞാൻ ഓർക്കുന്നില്ല. ശരിയാണ്. ഗിഡിലുമായിരുന്നു അല്ലേ? ബോയ് ഫ്രണ്ടിലെ സോങ് ആണ് ഇതിന്റെ. എന്തോ പാട്ടിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് കുട്ടേട്ടന്റെ മെമ്മറിയിൽ ഒരു കാര്യം ഓർമ്മ വന്നു. താങ്കൾ ഒരു വേദിയിൽ കൺമണി അൻപോട് കാതലൻ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചിരുന്നു. പിന്നീട് ഒന്നും താങ്കൾക്ക് ഓർമ്മ കാണില്ല, ശരിയല്ലേ?
ഓർമ്മയൊക്കെ ഉണ്ട്. അത് ഇതുവരെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു എന്താ എന്തായിരുന്നു പറയാ പോലെ മനസ്സിലുള്ള ഒരു സാധനമാണ്. ഓർമ്മയിൽ സ്റ്റേജില് നമ്മള് ഈ നോവൽ ഫംഗ്ഷൻ തന്നെ അന്ന്. പക്ഷെ ഈ ഓൺലൈൻ മീഡിയാസോ ഒന്നും ഇല്ല, ചാനൽസ് ഒന്നും ഇല്ല, കുറെ നാളായതാണ്. അപ്പൊ അവിടെ ഇങ്ങനെ നിർബന്ധിച്ചു പാട്ട് വേണം. അപ്പൊ ഞാൻ പാടാറില്ല, എന്റെ സ്വരം പാട്ട് പാടിയാൽ ഓക്കെ ആവില്ല എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല, രക്ഷയില്ല. എന്തെങ്കിലും ആട്ടെ എന്നും പറഞ്ഞ് മൈക്കെടുത്ത് ഈ കൺമണി എന്നുള്ള സാധനം പാടി. അത് ഞാൻ ബാത്റൂമിലൊക്കെ പാടുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ വരുന്നത്, അതുകൊണ്ട് അതിന്റെ ഒരു കോൺഫിഡൻസിൽ ഞാൻ പാടിയതാണ്. പക്ഷേ കയ്യിന്ന് പോയി എന്ന് വെച്ചാൽ ഒറ്റ പോക്കങ്ങ് പോയി. അത് ആ ക്രൗഡ് ഭയങ്കരമായിട്ട് നമ്മള് കൂവി വെളുപ്പിച്ചു. അവര് ചിരിച്ച് ഞാൻ താങ്ങും. അത് വേറെ കാര്യം, തൊലിക്കെട്ടി ഉണ്ടാക്കാതെ പറ്റത്തില്ലല്ലോ. അതോടെ ഞാൻ പരിപാടി സ്റ്റോപ്പ് ചെയ്തു. ഇനി അതിനുള്ള ധൈര്യം എനിക്കില്ല. വേണമെങ്കിൽ ഇപ്പൊ ഒരു അല്ല, നമുക്ക് ആ ബാത്റൂമിൽ നമ്മൾ എത്രമാത്രം ഇമ്പ്രൂവ് ചെയ്തു ഇല്ല. മാത്രമല്ല ഈ അടുത്ത കാലത്തായിട്ട് ഈ പാട്ടിന് ചില പരിഗണനയൊക്കെ വന്നായിരുന്നു അല്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുട്ടേട്ടനല്ല ഇത് ഉണ്ടായിക്കൊണ്ട് വന്നത്. അപ്പൊ കുട്ടേട്ടൻ അത് പാടിത്തരാണ്. കുട്ടേട്ടന് പാട്ടാണ്. കുട്ടേട്ടനെ ഇപ്പൊ ഈ പണിക്ക് ഇറക്കിയത് തന്നെ അപകടമെന്ന് എനിക്ക് തോന്നുന്നു. പാടാൻ വേണ്ടി ഈ സൗണ്ടിൽ എന്ത് രസമുള്ള ഒരു എന്നല്ലേ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ സൗണ്ട് ആണ്. അതുപോലെ കുഞ്ഞുങ്ങളുടെ തുലിയാ പുള്ളിക്ക്. അയ്യോ, തൊട്ട് നോക്കിയാലുണ്ടല്ലോ അങ്ങ് പതുങ്ങി ഇവിടുന്ന് കാണുമ്പോഴും തോന്നുന്നല്ലേ. അമ്മ ഇത്രയും കാലം പറഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ താല്പര്യം കാണിക്കാത്ത അണി പറഞ്ഞു ഇതുപോലെ ഒരാളെ കിട്ടാൻ ഞാൻ അപ്പ കയറി കെട്ടിയേനെ. കുട്ടേട്ടെ അതോടെ ബോധം കെട്ട് അറിയൂ. തെലുങ്കിലും കണ്ട ഒരു കട ഉൾക്കടന്ന് ഞാൻ പോയിട്ട് ഈ കടയിൽ എല്ലാ സാധനങ്ങളും വില കുറച്ച് കിട്ടും എന്നായിരുന്നു പറയുന്നത്. അതിന് പകരം ഈ കടയിൽ എല്ലാ സാധനവും വില കൂട്ടിയാ വിൽക്കുന്നേ എന്ന് പറഞ്ഞ അത് ഭാഷ അബദ്ധം പറ്റിയാണോ? ഭാഷ ചെറിയൊരു പ്രശ്നം. എക്വ തക്വ അങ്ങനെ ഏതാണ്ടാണ്. എക്വ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ആണോന്ന് നോക്കണം, എനിക്ക് കൃത്യം ഓർമ്മയില്ല. ഇപ്പം കൂടുതലോ കുറവോ ഇതിന് ഏതോ കുറവ് ഏതാന്ന് അന്ന് ചോദിച്ചത്. ഇവിടെ വില കുറവ്, നല്ല വില കുറവാണ് എന്ന് പറയാൻ വേണ്ടി അത് ചോദിച്ചു. അപ്പൊ ഈ മനുഷ്യന് ഒരാവശ്യമില്ലാതെ ഈ കൂടുതലാണെന്നുള്ള വേർഡും കൂടി നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു. എക്വ തക്വ എന്നാണ് ഈ കുറവും കൂടുതലും പറയുന്നത്. തക്വ. അപ്പൊ ഞാൻ കറക്റ്റ് ഈ കൂടുതലാന്നുള്ള വാക്ക് പോയി പറഞ്ഞു. അപ്പൊ നമ്മുടെ അടുത്ത് നമ്മുടെ ഓണർ നിൽക്കുന്നുണ്ടല്ലോ, ദൈവമേ അയ്യോ ഈ കടയിൽ മൊത്തം വില കൂടുതല, എല്ലാരും മരണം വാങ്ങിക്കണം, ഈ കടയിൽ ഭയങ്കര വിലയാ. ആദ്യമായിട്ടായിരിക്കും ഒരു കട ഉദ്ഘാടനത്തിൽ അങ്ങനെ പറഞ്ഞല്ലേ. പിന്നെ അവർക്കറിയാം നമ്മള് അവിടുത്തെ ആളല്ല. അതുകൊണ്ട് 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. അണി റോസ്, LED നോക്കിയാലും നമുക്ക് ചില ചിത്രങ്ങൾ കാണാം. ശരി. ഈ ചിത്രങ്ങളിൽ നിന്നും കണ്ടെത്താനാകുന്ന മലയാള സിനിമ ഏതാണ്? കുപ്പിക്കുളം ബേബി ഉണ്ണി. അതെന്ത്, ഏത് സിനിമ അത്? താങ്കൾ അഭിനയിച്ച ആദ്യത്തെ സിനിമയായിട്ടൊക്കെ ഇനി ബന്ധമുണ്ട്. ബോയ് ഫ്രണ്ടോ? ആ നായകൻ അഭിനയിച്ച, മണിക്കുട്ടൻ അഭിനയിച്ച ഒരു സീരിയലിന്റെ പേരായത്. മറ്റേ ഇത് കായം കുളം കൊച്ചു ഉണ്ണി. കായമായിരുന്നു കായം. അപ്പൊ എനിവേ 30,000 രൂപ കിട്ടി. ഇനി 40,000 രൂപയുടെ ചോദ്യം. 40,000. സൂര്യന്റെ ജന്മദിനം എന്നാണ്, ബർത്ത്ഡേ. സൂര്യന്റെ, ചെറിയ ആളല്ല, സൂര്യനാണ് ആള്. ഓക്കെ, എളുപ്പമുള്ള ചോദ്യം. എനിക്ക് എന്തെങ്കിലും ഒരു ക്ലൂ തരുമോ? ഇംഗ്ലീഷിലാണ് ഇതിന്റെ ഉത്തരം വരുന്നത്. കിട്ടിയോ? അവിടെ ഒരാള്. അതാ പാർട്ടി? അതെന്താണ്? ക്രോസോ? ഗുഡ് ഫ്രൈഡേയോ? അതുപോലെ വരട്ടെ, ഒന്നുകൂടെ വരട്ടെ. സൺഡേ. അതായിരുന്നു ആലോചിച്ചത്. അപ്പൊ പൈസ ഇവിടെ കിട്ടി, കണക്കായി പോയി. ഇനി നമുക്ക് 1,00,000 രൂപയുടെ ചോദ്യമാണ്. 50,000. വെച്ചടി കയറുന്നു. എന്റെ നിറം വെളുപ്പ്, അടുത്ത മാസം ഞാൻ താരമാകും. എന്റെ പേരിൽ ഒരു സ്ഥലമുണ്ട്, എന്നാൽ നീട്ടി വിളിച്ചാൽ ഞാൻ ഒരു പണിയായുധമാകും. ആരാണ് ഞാൻ? ഓണം റിലേറ്റഡ്, ഓണത്തപ്പന്റെ അങ്ങനെ എന്തെങ്കിലും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരും. അതിനടുത്തൊക്കെ വരുന്നുണ്ട്. പണിയായുധം. അയ്യോ, എനിക്ക് ആയുധങ്ങളുടെ പേരൊന്നും കിട്ടുന്നില്ല. ഞാൻ കോടാലി. അതുപോലെ സാധനം. ചുറ്റിക. ഇടുക്കിയിലും പരിസര പ്രദേശം. കിട്ടിയോ അത്? രഹസ്യം സൂക്ഷിക്കുക. നമുക്ക് വേണമെങ്കിൽ ഒരു ഹെൽപ്പ് ലൈൻ എടുക്കാം. നമുക്കല്ലേ, ആരെ എടുക്കണം? രസലയകുമാർ ഒക്കെ ആണോ? പുള്ളിക്കാരനാണെങ്കിൽ ഒരു രസലയകുമാർ. എനിക്ക് തോന്നുന്നു ചിലപ്പോ ഈ അണിയെ കണ്ട് ബോധം കെട്ട് വീഴുമെന്ന് എനിക്കറിയത്തില്ല. ഈ രസലയകുമാറിനും ലയം കുറച്ച് കൂടുതലാ.
വിളിച്ചാലോ? സൂക്ഷിക്കണം. മിസ്റ്റർ SLA കുമാർ, പ്ലീസ് കം. ലാലേട്ടനോട് ചരിഞ്ഞു വരികയായിരുന്നു. അവസാനത്തെ ചരിവായനെ. നമസ്തേ. പരിചയമുണ്ടോ? ഉണ്ട് സാർ. എന്നെ പരിചയമുണ്ട്. ഞാൻ ഈ ചോദ്യത്തിന് എന്ത് ഉത്തരം വേണോ ഇതിന്റെ അവസാനം വരെ ഇവിടെ നിന്ന് 1 കോടി വേണമെങ്കിലും മേടിച്ചു തരും. പക്ഷെ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. ഇടിച്ചക്ക പ്ലാമൂട്ടിന്ന് ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുണ്ട്. കോടി പൈസ തരാന്ന് പറഞ്ഞാലും പോകരുത്. അതെന്താണ് ഇടിച്ചക്ക പ്ലാമൂട്ടില്? നെയ്യാറ്റിൻകരയ്ക്കപ്പുറത്തെ സ്ഥലം ഇടിച്ചക്ക പ്ലാമൂട്. ഇവര് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ സംബന്ധത്തിലുള്ള ആ പെൺകുട്ടിയുടെ അമ്മായിച്ചൻ അവിടെയാണ്. അവിടെ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുണ്ട്. എന്ത് പൈസ, എത്ര പൈസ തരാന്ന് പറഞ്ഞാലും പോകരുത്. പോകത്തില്ലല്ലോ. എന്റെ അളിയന്റെ പുതിയ ആശുപത്രി ഉദ്ഘാടനത്തിന് അങ്ങനെ അവൻ 10 ആളിനെ കൂട്ടി ഉദ്ഘാടനം എങ്ങനെയുണ്ട്? നീയാണ് മോനെ ഈ രാജ്യത്ത് വേണ്ട ആള് കേട്ടോ. അളിയനെ എന്നെ ഇട്ട് പണി കൊടുക്കണം. ഇനി എന്താണ് ഞാൻ എന്റെ സഹായം എന്താണ് പറയുക? ഇതിനുള്ള ഉത്തരം വേണം. ഇതിനുള്ള ഉത്തരം. എന്റെ നിറം വെളുപ്പ്. അടുത്ത മാസം ഞാൻ താരമാകും. എന്റെ പേരിൽ ഒരു സ്ഥലമുണ്ട്. എന്നാൽ നീട്ടി വിളിച്ചാൽ ഞാനൊരു പണിയായുധമാണ്. ആരാണ് ഞാൻ? അടുത്ത മാസം വരാൻ പോകുന്ന കേരളത്തിന്റെ ദേശീയ ഉത്സവം ഏതാണ്? ഓണം. ഓണത്തിന്റെ പ്രധാന ആഘോഷങ്ങൾ മാവേലി വരുന്നു. മാവേലിയെ ക്ഷണിക്കാൻ വേണ്ടി നമ്മൾ ഒരു സംഭവം വീട്ടിന്റെ മുറ്റത്ത് ഇടാറുണ്ടല്ലോ. എന്താണ്? പൂക്കളത്തിൽ നമ്മൾ ആദ്യം ഇടുന്ന പൂ ഏതാണ്? തുമ്പ. ഓ തൂമ്പ. പണിയായുധം തൂമ്പ. യെസ്, അവർക്കറിയായിരുന്നു കേട്ടോ. ഇവര് വിലമര. ആദ്യം ഇടുന്ന പൂവ് തുമ്പയല്ല, തുളസിയാണ്. നമ്മുടെ പേര് പറഞ്ഞില്ല, രസലയ കുമാർ. ഭയങ്കര രസമുള്ള പേര്. ഞാനും ഒരു ആശുപത്രി തുടങ്ങാൻ പോണ. ഉദ്ഘാടനത്തിന് വരണം. ഇനിയും പൈസ കൊടുക്കുവോ? ഉദ്ഘാടനം ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തരാം. കോടി ഇവിടെ കിട്ടുമല്ലോ. നന്നായിരിക്കട്ടെ രസലയ കുമാർ. താങ്ക് യു സാർ. താങ്ക് യു. അപ്പൊ നമുക്ക് 1.5 ലക്ഷം രൂപയായി. ഇനി നമുക്ക് 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ. ശാസ്ത്രജ്ഞന്മാരെ കരയിപ്പിച്ച കണ്ടുപിടുത്തം എന്തായിരുന്നു? അതാണ് ചോദ്യം. 60,000 രൂപയുടെ ചോദ്യമാണ്. ഇതൊരു ചെറിയൊരു കുസൃതി ഉണ്ട് ഈ ചോദ്യത്തിൽ കേട്ടോ. എനിക്ക് ഇത്ര അനീറോസ്, താങ്കൾ കുറച്ചാളുകളുമായി വാഗമണിലേക്ക് ഒരു കാറിൽ യാത്ര ചെയ്തു. ഇടയ്ക്ക് വെച്ച് കാറ് ഒരു മലമുകളിൽ വെച്ച് നിന്നു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചു വന്നത്? എനിക്ക് ഡ്രൈവിംഗ് ഞാൻ 18 വയസ്സിൽ ലൈസൻസ് എടുത്തിട്ടുണ്ട്. ലൈസൻസ് ഉണ്ടല്ലേ? ഉണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര അത്ര കംഫർട്ട് ആയിട്ടുള്ള ഒരു ഫീൽഡല്ല ഡ്രൈവിംഗ് എനിക്ക്. പിന്നെ ഈ നിർബന്ധിച്ചൊക്കെ എടുക്കുന്നതാണ്. നമ്മുടെ വീട്ടിൽ പറഞ്ഞില്ലേ കുറച്ച് സ്റ്റാഫ് ഉണ്ട്. അപ്പൊ ചേച്ചിമാരാണ്, അവരെ കൊണ്ടുപോയി വിടാൻ ഞാനും അമ്മയും ഈ ചേച്ചിമാരും ഒക്കെ ആയിട്ട് ഒരു വണ്ടി എടുത്ത് ഇങ്ങനെ പോവാണ്. പോയി നമ്മുടെ വാഗമൺ, അതായത് മൂലമറ്റത്തുനിന്ന് വാഗമൺ റൂട്ടാണ്. ഭയങ്കര ഈ ഹെയർ പിൻ വളവുകളും ഒക്കെ നല്ല കയറ്റമൊക്കെയാണ്. അപ്പോൾ താഴെ കൊക്ക അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ. അങ്ങനെ കയറി കയറ്റം കയറി കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി അവിടെ നിന്നു. പിന്നെ ക്ലച്ച് പിടിച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് പോയിന്റ് പിടിച്ചിട്ട് ഈ ആക്സിലറേറ്റർ കൊടുക്കാന്ന് പറഞ്ഞാൽ എനിക്കതൊരു ഭീകര നടക്കാത്ത പരിപാടിയാണ്. വണ്ടി പുറകോട്ട് ഇങ്ങനെ ഉരുളാൻ തുടങ്ങി. അപ്പം പുറകിലിരുന്നിട്ട് ഇവര് കൊന്തച്ചില്ലോ, ദൈവമേ രക്ഷിക്കണേ മാതാവേ കർത്താവേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീകര പ്രാർത്ഥന. അപ്പത്തേക്കും നമ്മുടെ കയ്യിൽ നിന്നും നമുക്ക് എന്റെ ഞാൻ എപ്പോഴും വണ്ടി ഓടിക്കുമ്പം എന്റെ ഇമോഷൻസ് അനുസരിച്ചിട്ട് വണ്ടി മാറും. ഞാൻ പേടിച്ചു കഴിഞ്ഞാൽ വണ്ടി അവിടെ നിൽക്കും, പിന്നെ അത് പോകത്തേ ഇല്ല. അങ്ങനെ പിന്നെ നമ്മൾ എന്താ പറയാ, ഒന്നും ചെയ്യാനില്ല. ഹാൻഡ് ബ്രേക്ക് ഒക്കെ വലിച്ച് പിടിച്ചിട്ടാണ് വണ്ടി നിൽക്കുന്നത്. ബ്രേക്ക് ചവിട്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടാണ്. ഇല്ല, ഉരുണ്ടുരുണ്ട് ബാക്കിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി ചവിട്ടി നിർത്തിയാൽ മാത്രമേ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് ഈ ട്രിപ്പ് ജീപ്പ് വരുന്നുണ്ട് താഴേന്ന്. അങ്ങനെ വന്ന് അവരെ പിടിച്ച് നിർത്തി, അവിടെ നിർത്തി അവര് മറ്റേ കല്ലൊക്കെ വെച്ച് ഒരു തരത്തിൽ കയറ്റി കൊണ്ടുപോയി. അതൊരു ഭയങ്കര ഒരു സംഭവമായിരുന്നല്ലേ? വണ്ടി ഓടിക്കുവോ? ഈ അത്യാവശ്യ ഘട്ടങ്ങളിൽ. അപ്പൊ സൂക്ഷിക്കാം, അത് നമുക്ക് പറയാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. 70,000. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഞാൻ പറക്കാറുണ്ട്, എന്നാൽ ഞാൻ എങ്ങോട്ടും പോകാറില്ല. ആരാണ് ഞാൻ? മേഘം അല്ല. കാറ്റ്? അതുപോലെ പറക്കുന്ന സാധനം ഉണ്ടോ നോക്കി. പറക്കുന്നതിന്റെ ഒക്കെ പേര് പറയാം. കിളികള്, പക്ഷികള്. നമുക്ക് വേണേ ഒരു കാര്യം ചെയ്യാം, ഒരു ഹെൽപ്പ് ലൈൻ എടുത്താലോ? ശരി, കുഴപ്പമുണ്ടോ? ആരെയാ വേണ്ടത്? രാജേട്ടൻ പാവം തോറ്റിരിക്കുക. പ്ലീസ് കണക്ട് മീ ടു PC രാജു. PC രാജു, good evening. How are you? Good evening, boss. How are you? Fine, sir. I am very happy. You are still alive. Thank you, boss. Thank you. ഇന്ന് ആരാണ് സർ ഗസ്റ്റ്? ഇന്ന്
ഹണി റോസ് എന്ന് പറയും. സിനിമ മോഹമായി നടക്കുന്ന ഒരു പെൺകുട്ടിയാ. ഹലോ ഹലോ പറയണം. എന്തുണ്ട് വിശേഷങ്ങള്? മാഡം, ഞാൻ നിങ്ങളുടെ ഒരു വലിയ ആരാധകനാണ്. ഞാനിവിടെ വന്നപ്പം തൊട്ട് ചേട്ടനെ പറ്റിയുള്ള കഥകളാണ് കേട്ടോണ്ടിരിക്കുന്നത്. രാജേട്ടാ, ചോദ്യം ഇതാണ്. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഞാൻ പറക്കാറുണ്ട്, എന്നാൽ ഞാൻ എങ്ങോട്ടും പോകാറില്ല. ആരാണ് ഈ ഞാൻ? അയ്യോ, സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരവാണ്. അയ്യോ, പറഞ്ഞോളൂ. ഇത് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സമരങ്ങളിൽ ഇത് മുൻനിരയിൽ കാണും. ഏതാ സാധനം? കൊടി. താങ്ക് യു, PC രാജു. സാർ, ഞാനൊരു ആഗ്രഹം പറഞ്ഞോട്ടെ സാർ? പറഞ്ഞോളൂ. എന്തായാലും ഞാൻ എന്റെ ഉത്തരവൊക്കെ പറഞ്ഞു തന്നില്ലേ സാർ? ഹണി റോസ് ആണല്ലോ സാർ ഗസ്റ്റ്. അതെ സാർ. ഞാനൊന്ന് വീഡിയോ കോളിൽ വന്നോട്ടെ സാർ? അയ്യോ വേണ്ട സാർ. സാറ് ഹണി റോസ് അഭിനയിച്ച ഒരു സിനിമ റിലീസ് ആവുന്നുണ്ട്, തിയേറ്ററിൽ പോയി കണ്ടു. റേച്ചൽ എന്ന് പറയുന്ന സിനിമ. അതിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ക്യാരക്ടറുമാണ്. താങ്ക് യു സാർ. ഒരു ആൾക്കാർ സസ്പെൻസ് ആയിക്കോട്ടെ. അതെന്താണ്? ചിലപ്പോ 10 പേരെ കൂടുതൽ കയറ്റിയാലോ? പ്രൊഡ്യൂസർ ഹാപ്പി ആവട്ടെ. അല്ലേ, പ്രൊഡ്യൂസർമാർ വേണ്ടേ അല്ലെ? പ്രൊഡ്യൂസർമാർ വേണ്ടേ നമ്മുടെ നാട്ടിൽ? എന്നാലേ അവർ സിനിമ പിടിച്ച് നമുക്കൊരു ജീവിതം തരും. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് 70,000 രൂപ കിട്ടി. ഇനി നമ്മൾ 80,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 80,000. ഒരു ദൃശ്യം കാണിച്ചു തരാം. ഇതെനിക്ക് മനസ്സിലായി. ചന്ദന കാറ്റ് കുളിർ കൊണ്ടുവാ. ചന്ദനം കാറ്റ് കുളിർ കൊണ്ടുവാ. കുളിരാണോ അവിടെ കാണുന്ന കുളിരാണോ? ഞാൻ ചോദ്യം ചോദിച്ചതില്ല. ചോദ്യം ചോദിക്കാതെ ഉത്തരം പറയുന്ന ആദ്യത്തെ മത്സരാർത്ഥിയാ. ഇനി ഞാനൊരു ചോദ്യം ചോദിച്ച് സാഹിത്യം അടയട്ടെ. ഈ ചിത്രങ്ങളിൽ നിന്നും കണ്ടെത്താനാകുന്ന മലയാള സിനിമാ ഗാനം ഏതാണ്? ഉത്തരം നേരത്തെ പറഞ്ഞുപോയി. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? പിന്നെ പാടിയാലോ നമുക്ക്? ഇല്ല. സാറിന് വേണമെങ്കിൽ ഒന്ന് സാറിന്റെ പോയി. സാർ പാടിയിട്ടുണ്ടോ? ഞാന് പാടിയാജിനെ കോട്ടിയാണ്. പെറ്റ തള്ള സൈക്കിളാണ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക്. 1,00,000 രൂപയുടെ ചോദ്യമാണ്. 1 lakh. ഇപ്പോഴും നമ്മുടെ അടിയിലായിരിക്കും. എന്നാൽ ആദ്യത്തെ അക്ഷരം മാറ്റിയാൽ നമ്മുടെ മുകളിലുള്ളതാകും. ആദ്യത്തെ 2 അക്ഷരം മാറ്റിയാൽ നമുക്ക് ചുറ്റുമുള്ളതാകും. എന്താണ് ഈ സാധനം? ഇംഗ്ലീഷ് വാക്കാ. അല്ല. ഇനി ചോദിക്കാൻ പാടില്ല, കാര്യം ലക്ഷത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. ആലോചിച്ചു നോക്കൂ. ആദ്യത്തേത് മാറിയാൽ അടിയിലായിരിക്കും, പിന്നെ മുകളിലായിരിക്കും. ചെയറാണോ? ചെയർ എപ്പോഴും അടിയിലായിരിക്കും. അത് 1 അക്ഷരം എടുത്തു കഴിഞ്ഞാൽ ഹെയർ ആവും. അത് എച്ചും കൂടെ പോയാൽ പിന്നെ അത് എയർ ആവും കേട്ടോ. അപ്പൊ അത് നമ്മുടെ ചുറ്റുമുണ്ടല്ലോ. ഓക്കെ, റെഡി. അപ്പൊ 1,00,000 രൂപ കിട്ടി. എനിക്ക് കഴിഞ്ഞ തവണ ഞാൻ വന്നതിലും ഈ ക്വസ്റ്റ്യൻസ് ഭയങ്കര രസമായിട്ടുണ്ട്. ഇത് രസിക്കാൻ വേണ്ടി മാത്രം. മറ്റേതാ ഹിമാലയത്തിന്റെ ഉയരം, ആമസോൺ കാടുകളുടെ ദൈർഘ്യം, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. റെഡി. 2,00,000 രൂപയുടെ ചോദ്യമാണ്. ബാബു തിരുവല്ല സംവിധാനം ചെയ്ത മനസ്സ് എന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ച മലയാള സിനിമാ നടൻ ആരാണ്? കറക്റ്റ് ചോദ്യം കേട്ടോ. GK ബേസ്ഡ് ആണ്. അതാണ് കുഴപ്പം. പൊതുവിജ്ഞാനം അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യമാണ്. വേണമെങ്കിൽ നമുക്ക് പിടിവള്ളി എടുക്കാം. ഒരാളുടെ പിടിവള്ളി കൂടി ഉണ്ട്. കാര്യം തെറ്റിച്ച് പറഞ്ഞുള്ള കാശും പോയി തൊടുവഴിക്ക് പോലെ. ഓക്കെ, അപ്പൊ കുട്ടേട്ടൻ മാത്രമേ ഉള്ളൂ ഇനി. കുട്ടേട്ടൻ കുറച്ചു നേരമായിട്ട് ഉറക്കം ഊണും ഇല്ലാതെ നിൽക്കുക. എന്റെ ആളാണ്. യെസ് ബോസ്. ഹണി റോസ്, താങ്കളെ കുട്ടേട്ടൻ തീർച്ചയായും സഹായിക്കാം. അമരം എന്ന ചിത്രത്തിൽ ഇദ്ദേഹം മികച്ച ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ കുറിച്ച് ആദ്യം ഓർക്കുമ്പോൾ തോമസ് കുട്ടി വിട്ടോട എന്ന ഡയലോഗ് ഓർമ്മ വരും. ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഉത്തരം ഞാൻ പറഞ്ഞു തരാം. അശോകൻ ചേട്ടൻ. അപ്പൊ ഇനി നമുക്ക് 3,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. 3 lakhs. ലതികയോടൊപ്പം, അതായത് ഗായിക ലതികയോടൊപ്പം വൈശാലിയിലെ ദും 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 ദുന്ദുഭിനാദം എന്ന ഗാനം ആലപിച്ച ഗായകൻ ആരാണ്? ഏകദേശം റിയലിസ്റ്റിക് ആണ്. ഏകദേശം ആൻസറും ക്വസ്റ്റ്യനും ഒക്കെ ഒന്ന് തന്നെയാണ്. അത് പറയാൻ ഇല്ല, കിട്ടത്തില്ല, അറിയത്തില്ല. അപ്പൊ 3,00,000 രൂപ ശരി ഉത്തരം പറഞ്ഞാൽ അങ്ങോട്ട് പോകും. നമ്മൾ 5 ലക്ഷത്തിന്റെ മത്സരത്തിലേക്ക് പോകും. ഉത്തരം തെറ്റി പറഞ്ഞാൽ താങ്കൾക്ക് ഒരു 20,000 രൂപ കിട്ടും. എളുപ്പം എണ്ണി നോക്കാം, അത്രേ കാണുമല്ലോ.
പിൻവാങ്ങിയാൽ താങ്കൾക്ക് 1,00,000 രൂപ 100,000 റുപ്പീസ് കിട്ടും. പിൻവാങ്ങുന്നതായിരിക്കും ബുദ്ധി. നമ്മുടെ ആരോഗ്യത്തിന് അതാണ് നല്ലത്. അപ്പോ അണി റോസ്, പ്രശസ്ത അഭിനേത്രി, താങ്കൾ ഈ മത്സരവേദിയിൽ നിന്ന് പിൻവാങ്ങുന്നു. ഇദ്ദേഹം ഒറ്റപ്പാലത്തുകാരനായ ദിനേശ് എന്ന ഗായകനാണ്. ബോംബെ രവിയുടെ കൂടെയാണ് ഇദ്ദേഹം അന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ പാട്ട് അദ്ദേഹം പാടാനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടിയത്. ഒരുപാട് ട്രാക്ക് പാടി പരിചയമുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളത്ര അറിയില്ല അല്ലേ? ചെന്നൈയിലാണ് അദ്ദേഹത്തിന്റെ വാസം. ഇനിയിപ്പോ 1,00,000 രൂപ ഉണ്ട്. ഓക്കെ, സന്തോഷമായി. ഇനിയിപ്പോ എന്താ ജനങ്ങളോട് പറയാനുള്ളത്? ഞാൻ റേച്ചലിനെ പറ്റി കൂടുതൽ പറഞ്ഞില്ല. നമ്മളിങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വഴുതി. അപ്പം ആനന്ദിനി ബാല ഡയറക്ട് ചെയ്ത്, എബ്രിഡ് ഷൈൻ സർ പ്രസന്റ് ചെയ്ത്, ബാദുക കമ്പനിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി നല്ല ആക്ടേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെയും ചെയ്തതിൽ നിന്നും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം. അതിലാണ് ഞാൻ മറ്റേ കമന്റ് ചോദിച്ചത്. അതെ, അതായത് അതില് ഇറച്ചുകൂട്ടുകാരുടെ റോളാ അല്ലേ? അതെ. അപ്പൊ അതിനടിയിൽ വന്ന കമന്റ്, ആ പോസ്റ്റ് കണ്ടപ്പോൾ ഒരാൾ അതിന്റെ അടിയിൽ എഴുതി ഇങ്ങനെയാണ്, ഞാൻ കരുതി ഏതോ ഇറച്ചുവെട്ട് കടയുടെ ഉദ്ഘാടനമായിരിക്കുമെന്ന്. കാര്യം അണി റോസിനെ കണ്ട ഉടനെ എന്തോ ഉദ്ഘാടിച്ചു കളയും എന്നുള്ള പേടി ആൾക്കാർക്ക്. അതിനുവേണ്ടി നമ്മൾ കുറെ ദിവസത്തെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ പ്രതീക്ഷയാണ് സിനിമയിൽ അല്ലേ? എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല പ്രതീക്ഷയുള്ള ഒരു മൂവിയാണ്. ഈ പടം സൂപ്പർ ഹിറ്റ് ആയാൽ അതെ, താങ്കളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതാണല്ലോ ഒരാൾക്ക് ഹാപ്പിനെസ് എന്നുള്ള പറയുന്നതാണല്ലോ ഏറ്റവും വലിയൊരു മനസ്സമാധാനവും സന്തോഷവുമാണ് ഏറ്റവും വലിയൊരു. അല്ല ഞാൻ അണിയുടെ കാര്യമല്ല പറഞ്ഞത്, പൊതുവെ അത് കിട്ടാൻ ഭയങ്കര പാടാ. എത്രയോ കാശുകാര് ചവിട്ടി കീറുന്നുണ്ടെന്നറിയോ? ഓരോ ദിവസം കിടന്നുറങ്ങുമ്പോൾ ഉറക്കം കിട്ടത്തില്ല. അതെ, എല്ലാവർക്കും അതെ. നമ്മളെല്ലാം സാധാരണ മനുഷ്യരല്ലേ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിലൂടെ കടന്നു പോയാലാണ് ഒരു ദിവസം ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നത്. അപ്പൊ ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങാം. 1,00,000 രൂപ കിട്ടിയിട്ടുണ്ട്. 1,00,000 രൂപ കിട്ടി. അതുകൊണ്ട് പൈസ കൊണ്ട് സമാധാനം കൂടുതലൊന്നുമില്ല. ബട്ട് ഓക്കെ, സന്തോഷമാണ്. അണി ചെക്കുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്. മറ്റേ സർട്ടിഫിക്കറ്റ് കൂടെ ഒട്ടിച്ചു വെക്കണം. ഇത് നേരത്തെ വന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അല്ലേ? അപ്പൊ സന്തോഷമായിട്ടിരിക്കുക. ഇതുവഴി പോയാൽ നമുക്ക് അങ്ങ് തൊടുപുഴ എത്താം. അപ്പൊ ഇതുവഴി ഞാൻ പോകാം. ഇതുവഴി പോകും. ഓക്കെ, താങ്ക് യു. അങ്ങനെ അതും കഴിഞ്ഞു. ഹണി റോസ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ട്രോളർമാർക്ക് ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നു. ഇത്തവണ അവധി കൊടുക്കുക. ഇനി നമ്മൾ കാണുക അടുത്ത ബുധനാഴ്ച രാത്രി 9:00. ഗുഡ് ബൈ.